ചുമ്മാ സംസാരിക്കുക മാത്രമല്ല, ശുശ്രൂഷിക്കാമോ, പ്രസംഗിക്കാമോ, പ്രാർത്ഥിക്കാമോ, പാട്ട് പാടാമോ, പ്രവചിക്കാമോ, ഇതൊക്കെയല്ല ഉദ്ദേശിച്ചേ. അതെ, വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് അത്. ഞാൻ ചോദിക്കുമ്പോൾ തന്നെ അതിനൊരു ഓപ്പോസിറ്റ് കാര്യമായിരിക്കും. ഒരു സ്ത്രീ പോലും സംസാരിക്കരുത്. ഉരുത്തിരിഞ്ഞിട്ടുള്ള ഉപദേശം എന്താണെന്ന് ചോദിച്ചാൽ, സ്ത്രീകൾക്ക് ശുശ്രൂഷയില്ല. സഭാപാസ്റ്റർക്ക് എഴുതിയപ്പോൾ സ്ത്രീകൾ ഇങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് എഴുതി. ബ്ലെസ്സിംഗ് ടുഡേ ഓപ്പൺ ടോക്ക് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? സന്തോഷമായിട്ടിരിക്കുന്നോ? സത്യം പറയട്ടെ. സത്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതെ, സത്യം പറയുന്ന ഒരു പോഡ്കാസ്റ്റുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇന്നും ഒരു പുതിയ സബ്ജക്റ്റ് ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷേ കോൺട്രവേഴ്സ്യൽ, മിക്കവാറും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് എല്ലാം കോൺട്രവേഴ്സ്യൽ, നമ്മൾ സാധാരണ പറയാത്ത കാര്യങ്ങൾ. അതാ, ആ കമന്റ് സെക്ഷനിൽ പല ആളുകളും അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയുണ്ടായിരുന്നു. ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ചെയ്ത പല അഭിപ്രായങ്ങളുണ്ട്. ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടിരിക്കുന്ന ചില അഭിപ്രായങ്ങളുണ്ട്. എല്ലാത്തിനും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. അതുകൊണ്ട് കൂടുതൽ നന്നായിട്ട് ഈ വിഷയങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, തുറന്ന ഒരു കണ്ണോടുകൂടെ പഠിക്കുക. നമ്മുടെ കണ്ണിലെ മഞ്ഞക്കണ്ണടയൊന്ന് എടുത്തു മാറ്റിയിട്ട് ശരിയായ ഒരു ലെൻസ് എടുത്ത് വെച്ച് നോക്കി പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ശരിയായ സത്യത്തെ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മളൊരു പുതിയ സബ്ജക്റ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്താണ് സബ്ജക്റ്റ്? ബോംബ് പൊട്ടിക്ക്. ആ ഒരു സബ്ജക്റ്റ് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് അത്. ഞാൻ ചോദിക്കുമ്പോൾ തന്നെ അതിനൊരു ഓപ്പോസിറ്റ് കാര്യമായിരിക്കും വരുന്നത്. ഷുഡ് വിമൻ കീപ് ക്വയറ്റ് ഇൻ ചർച്ച്? സഭയിൽ സ്ത്രീകൾ മൗനമായിരിക്കണോ, സംസാരിക്കണോ? അതില് എനിക്ക് തോന്നുന്നു കുറച്ചധികം കൂടുതൽ അർത്ഥങ്ങൾ അതിലുണ്ടെന്ന് തോന്നുന്നു. ചുമ്മാ സംസാരിക്കുക മാത്രമല്ല, ശുശ്രൂഷിക്കാമോ, പ്രസംഗിക്കാമോ, പ്രാർത്ഥിക്കാമോ, പാട്ട് പാടാമോ, പ്രവചിക്കാമോ, ഇതൊക്കെയല്ല ഉദ്ദേശിച്ചേ. അതെ, എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് സഭയിലെ പങ്കെന്താണ് എന്ന് വേണമെങ്കിൽ നമുക്ക്, വാട്ട് ഈസ് എ വുമൺസ് റോൾ ഇൻ ദ ചർച്ച്? ഞാനിപ്പോൾ 4 പതിറ്റാണ്ടുകൾ പിന്നിടുന്നു ഇങ്ങനെയുള്ളൊരു രക്ഷിക്കപ്പെട്ട് ഇങ്ങനെയുള്ളൊരു ശുശ്രൂഷയിലേക്കൊക്കെ വന്നിട്ട്. അപ്പം ഞാൻ പല തരത്തിലുള്ള സഭകൾ കണ്ടിട്ടുണ്ട്, പല രാജ്യങ്ങളിൽ പോയി നോക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ചില പ്രോബ്ലം പാസേജസ് ഉണ്ട് ബൈബിളിൽ. അതിൽ ഈ രീതിയിൽ, അതായത് സ്ത്രീകൾ സഭയിൽ പ്രസംഗിക്കരുത്, അല്ലെങ്കിൽ പ്രവചിക്കരുത്, ശുശ്രൂഷിക്കരുത്, അത് പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ് എന്ന രീതിയിൽ ചിന്തിക്കാവുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കാവുന്ന രീതിയിലുള്ള ചില പാസേജുകൾ ബൈബിളിലുണ്ട്. അതുകൊണ്ടായിരിക്കണം അങ്ങനൊരു ടീച്ചിങ് പൊതുവേ പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും വന്നിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്, ഇത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. അതെ അതെ അതെ. അപ്പോൾ തന്നെ അന്നും ഇന്നും പല സ്ത്രീകളെയും കർത്താവ് ശക്തമായി സഭയ്ക്കകത്ത് പ്രസംഗ ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്നു, പ്രവചന ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്നു, കോൺഫറൻസുകളിൽ ഉപയോഗിക്കുന്നു, കൺവെൻഷനുകളിൽ ഉപയോഗിക്കുന്നു, ഓപ്പൺ എയർ മീറ്റിങ്ങിൽ ഉപയോഗിക്കുന്നു. ഒത്തിരി പ്രവാചകിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ചെറുപ്പത്തിലൊക്കെ പെട്ടെന്ന് ഒരു സ്ത്രീ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ മേരി കോവൂർ, ഇതാണ് നമ്മുടെ അകത്തോട്ട് വരുന്നത്. ഓർമ്മയുണ്ടോ? നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേയിൽ വന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. രണ്ടുപേരുണ്ട് ഒരുമിച്ച് വന്ന്. സോ ഇപ്പോഴാണെങ്കിലും എത്രയോ സ്ത്രീകൾ അതിശക്തമായി സഭയ്ക്കകത്ത്, എന്ന് വെച്ചാൽ മെയിൻ ലീഡ് പാസ്റ്റേഴ്സായി, സീനിയർ പാസ്റ്റേഴ്സായി, ഫൗണ്ടിങ് പാസ്റ്റേഴ്സായി സ്ത്രീകളുള്ള ഒത്തിരി സഭകളുണ്ട്, മെഗാ ചർച്ചുകളുണ്ട്. ഇത് രണ്ടും കൂടി എങ്ങനെയാണ് ഒത്തുപോകുന്നത്? അതുപോലെ തന്നെ 5-fold മിനിസ്ട്രിയിൽ നമ്മൾ നോക്കുമ്പോഴും പാസ്റ്റേഴ്സ് മാത്രമല്ല, അപ്പോസ്റ്റൽസായിട്ട് സ്ത്രീകളുണ്ട്. അപ്പോൾ സോ ഇതിനെ എങ്ങനെ നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. പല ഫാക്ടറുകളാണ് ഇതിലെടുക്കാനുള്ളത്. ലോജിക്ക് എടുക്കാനുണ്ട്. ബേസ് എന്ന് പറയുന്നത് ദൈവവചനമാണ്. അപ്പോൾ ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും നോക്കാനില്ല. പക്ഷേ ദൈവവചനം പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കും. ആദ്യം നമുക്ക് ചെയ്യാവുന്നത് ഈ പ്രോബ്ലം പാസേജസ് ഒന്ന് കണ്ടുപിടിക്കാം, എന്നിട്ട് അതൊന്ന് വായിക്കണം. One is 1 Corinthians chapter 14 verse number 34 and 35.
1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൻ്റെ 34-35 വചനങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. Women should remain silent in the churches. They are not allowed to speak, but must be in submission, as the law says. If they want to inquire about something, they should ask their own husbands at home, for it is disgraceful for a woman to speak in the church. യെസ്. 34-ാമത്തെ വചനം, വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ. ന്യായപ്രമാണം പറയുന്നത് പോലെ കീഴടങ്ങിയിരിപ്പാനല്ലാതെ സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല. അവർ വല്ലതും പഠിപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് ചോദിച്ചു കൊള്ളട്ടെ. സ്ത്രീ സഭയിൽ സംസാരിക്കുന്നത് അനുചിതമല്ലോ. ഇതെങ്ങാലും വായിച്ചു കഴിഞ്ഞാൽ, ഇത് മാത്രം വായിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും ഞാനാണെങ്കിലും എല്ലാവരും ചിന്തിക്കുക, പൗലോസ് പറയുന്നത്, പൗലോസ് ഒരു സ്ത്രീ വിരോധിയാണെന്ന് മാത്രമല്ല, അത് കല്യാണം കഴിച്ചിട്ടില്ല മനുഷ്യൻ. പൗലോസ് സകല സ്ത്രീകളെ മൗനത്തിലാക്കി, സകല സ്ത്രീകളെ സഭയ്ക്കകത്തോട്ട് കയറിയാൽ ഒരു സ്ത്രീ പോലും സംസാരിക്കരുത്, വല്ലതും വേണമെങ്കിൽ വീട്ടിൽ പോയി ഭർത്താവിനോട് ചോദിച്ചോളാൻ. ഇതാണ് നമുക്ക് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. അതവിടെ നിൽക്കട്ടെ. അടുത്ത ഇതുപോലെ തന്നെ ഒരു പാസേജ് കൂടിയുണ്ട്. 1 Timothy chapter 2 verse 11 and 12. 1 തിമോത്തിയൂസ് 2-ാം അധ്യായം 11-12. അതിൽ എ വുമൺ ഷുഡ് ലേൺ ഇൻ ക്വയറ്റ്നസ് ആൻഡ് ഫുൾ സബ്മിഷൻ. I do not permit a woman to teach or assume authority over a man. She must be quiet. സ്ത്രീ മൗനമായിരുന്ന് പൂർണ്ണാനുസരണത്തോടും കൂടെ പഠിക്കട്ടെ. മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. ഈ 2 വചനങ്ങളോട് ചേർത്ത് വെച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്, ഒരു സ്ത്രീയും ഒരു സഭയിലും ഒരു കാലത്തും ശുശ്രൂഷിക്കുകയോ സംസാരിക്കുകയോ പ്രസംഗിക്കുകയോ ശുശ്രൂഷപരമായ ഒന്നിലും ഇടപെടരുത്. മാത്രമല്ല, സഭായോഗത്തിന് വന്ന് മൗനമായി വീട്ടിൽ പോവുക, വീട്ടിൽ ചെന്ന് സംസാരിച്ചു, അതും ഭർത്താവിനോട്. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇത് എടുത്ത് അനേക സഭകളിൽ അനേക നാളുകളായി, ഒരുപക്ഷെ നൂറ്റാണ്ടുകളായി ഉരുത്തിരിഞ്ഞിട്ടുള്ള ഉപദേശം എന്താണെന്ന് ചോദിച്ചാൽ, സ്ത്രീകൾക്ക് ശുശ്രൂഷയില്ല. ശുശ്രൂഷ മുഴുവൻ പുരുഷന്മാരുടേതാണ്. ഇൻ അതർ വേർഡ്സ്, പുൾപിറ്റ് മിനിസ്ട്രി, preaching, teaching, prophesying, healing ministry തുടങ്ങി, you take any ministry that belongs to male beings. ഇതാണ് നമുക്ക് കിട്ടുന്ന ഇത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒന്നിലേക്ക് പോയത്? ഞാൻ 4 റീസൺസ് പറയാം. പറ്റുവാണെങ്കിൽ ഒന്ന് ഇത് കേൾക്കുന്നവരൊന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുന്നത് നല്ലതായിരിക്കും. നമ്പർ 1, ടേക്കിംഗ് 1 വേഴ്സ് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ്. ഏതെങ്കിലും ഒരു വചനം ഒരു പശ്ചാത്തലം എന്താണെന്ന് നോക്കാതെ, ആ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് നോക്കാതെ, എന്നതിന് സന്ദർഭം നോക്കാതെ അടർത്തിയെടുത്ത് അത് മാത്രം കൊണ്ടൊരു ഡോക്ട്രിൻ ഉണ്ടാക്കിയാൽ that is dangerous. നമ്പർ 2, ignoring historical background. എന്താണ് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം നോക്കാതിരുന്നാൽ, ഇപ്പോൾ ഈ മലയാളം ബൈബിൾ മാത്രം വായിച്ചു, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് ബൈബിളിൽ ഏതെങ്കിലും ഒരു വേർഷൻ മാത്രം വായിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്ന് അറിയുന്നില്ല. ആ സാഹചര്യത്തിൽ തെറ്റായൊരു ഉപദേശത്തിലേക്ക് പോകാം. നമ്പർ 3, അപ്ലൈയിങ് കറക്റ്റീവ് ഇൻസ്ട്രക്ഷൻ ആസ് ഇറ്റേണൽ ലോ. എന്ന് വെച്ചാൽ പൗലോസ് 2 പേർക്കാണ് ലേഖനം എഴുതുന്നത്. 1 കൊരിന്ത്യർക്ക്, 2 തിമോത്തിയോസിനും. കൊറിന്ത് ഒരു സഭയാണ്, പൊതുവായ സഭയ്ക്ക്. മറ്റേതൊരു പാസ്റ്ററാണ്, സഭാ പാസ്റ്റർ. ഒരു കത്ത് സഭാ പാസ്റ്റർക്ക് എഴുതിയപ്പോൾ സ്ത്രീകളെക്കുറിച്ച്, സ്ത്രീകളിങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് എഴുതി. ഇപ്പോഴത്തെ പൊതുവെ സഭയ്ക്ക് എഴുതിയപ്പോൾ പറഞ്ഞു നിങ്ങൾ ഉണ്ടാതിരിക്കണം. ഇത് രണ്ടുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 4, ഇഗ്നോറിങ് ദ ഹോൾ കൗൺസിൽ ഓഫ് സ്ക്രിപ്ചർ. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഞാൻ പറഞ്ഞൊരു കാര്യം, മൊത്തത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള 66 പുസ്തകങ്ങളിൽ ഈ ടീച്ചിങ് എങ്ങനെയാണ്, ആ ത്രെഡ് എടുക്കണം. എന്നിട്ട് അത് സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതിനൊരു ഡോക്ടറിനാക്കി മാറ്റാം. പ്രത്യേകിച്ച് പക്ഷേ അതിന് പുതിയ നിയമത്തിൽ ഇന്ന് പുതിയ ഉടമ്പടിയുടെ കീഴിൽ ജീവിക്കുന്ന നമുക്ക് അതിനകത്തൊരു റെലവൻസ് ഉണ്ടായിരിക്കണം. അപ്പോഴാണ് പുതിയ നിയമസഭയിൽ നമുക്കത് അപ്ലൈ ആവും. ഇപ്പോൾ ഈ ലിറ്ററൽ സെൻസിൽ എടുത്താലുള്ള അബദ്ധം, അതായത് ഒരു ഭാഗത്ത് മാത്രം എടുത്തിട്ട് അത് വ്യാഖ്യാനിച്ചാലുള്ള അബദ്ധം ഞാൻ പല പ്രാവശ്യം പല ഉദാഹരണങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ശുശ്രൂഷ തുടങ്ങിയ കാലം കുറച്ച് യൂത്ത്സൊക്കെ എന്നോടൊപ്പം ഉണ്ട്.
അപ്പം ഞങ്ങൾ അന്ന് ചെയ്യുന്ന പരിപാടി കർത്താവ് ശിഷ്യന്മാരെ അയച്ചതുപോലെ 2x2 അയക്കും. അപ്പം അതിനുവേണ്ടി മാത്രം ഒരു പ്രത്യേക ബാഗ് ഉണ്ടാക്കിയിട്ടുണ്ട്, പല പല ഇങ്ങനെ അറകളുള്ള ബാഗ്. അതിനകത്ത് പലതരത്തിലുള്ള ട്രാക്റ്റുകൾ, പിന്നെ ഒരു പുതിയ നിയമം, പിന്നെ ഒരു കണ്ണാടി, ഒരു ചീപ്പ്, ഇതെല്ലാം കൂടി വെക്കാൻ സ്പെഷ്യലായിട്ട് ഇവാഞ്ചലിസ്റ്റിന് കൊടുക്കുന്നൊരു ബാഗ് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് ഒരു ബാഗ് കടയിൽ പോയി ഉണ്ടാക്കിച്ചു. ഇതൊക്കെ കൊടുത്തേക്കുക, 2x2 അയക്കുക. അപ്പോൾ 2 യൂത്ത്സിനെ ഞാൻ ഒരുമിച്ച് അയച്ചു. ഇത് 90കളിലെ കാര്യം പറയുന്നത്, 94, 95. അപ്പോൾ ഒരാൾ പോകുന്ന വഴിക്ക്, 2 പേരും കൂടിയാണ് പോകുന്ന വഴിക്ക് ഒരു വീട്ടിൽ കയറി സുവിശേഷം പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത ഗേറ്റ് എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ കയറരുതെന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്തതിൽ കയറി. അവിടെ അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായില്ല, നടത്തിപ്പില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ. അത് കഴിഞ്ഞ് ആ വീട്ടിൽ കയറിയ ശേഷം ഒരെണ്ണം സ്കിപ്പ് ചെയ്ത് അടുത്ത്, അതായത് ഒന്നിടവിട്ട വീടുകളിലാണ് അദ്ദേഹം കയറുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വീട്ടുകാർ എന്ത് ചെയ്യും, അവിടെ സുവിശേഷം പറയണ്ട, അവിടെ ട്രാക്ട് കൊടുക്കണ്ടേ. ഇദ്ദേഹം പിന്നെ ഒരു ജംഗ്ഷൻ എത്തി ചോദിച്ചു, ഇതെന്താ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്, നമ്മളെല്ലാം കവർ ചെയ്യണ്ടേ. അദ്ദേഹം പറഞ്ഞു ലൂക്കോസിൻ്റെ സുവിശേഷം 10 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മാറിപ്പോകരുന്ന വചനമുണ്ട്. വായിച്ചിട്ടുണ്ടോ? എന്താണ് എൻ്റെ കർത്താവ് പറഞ്ഞതാണ്. അപ്പം ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഒരു വീട്ടിൽ ചെന്ന് അടുത്ത വീട്ടിൽ പോകാൻ പാടില്ല, പിന്നെ ഒരു വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മാറാൻ പാടില്ല. അദ്ദേഹത്തിന് അങ്ങനെയാണത് കിട്ടിയത്. എന്ത് മനസ്സിലായി ക്ഷമ സിസ്റ്റർക്ക്? എന്താ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു കാര്യം ചിന്തിക്കുന്നത്. ഇത് എൻ്റെ അനുഭവമാണ് മക്കളെ, ഇതുണ്ടായ സംഭവമാണ്. അപ്പം പിന്നീടാണ് മനസ്സിലായത് എങ്ങനെ ഇത് വന്നു. അപ്പോഴാണ് പറഞ്ഞത്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ചെന്നാൽ അവിടെ ഒരു സമാധാന പുത്രനുണ്ടെങ്കിൽ നിങ്ങൾ കൈക്കൊള്ളുന്ന ഒരാളിനെ അവിടെ താമസിക്കുക. എന്നിട്ട് പറഞ്ഞു വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് നിങ്ങൾ മാറിപ്പോകും എന്ന് വെച്ചാൽ നിങ്ങളെ കൈക്കൊള്ളുന്ന ആ വീടിനെ ഹബ്ബാക്കിക്കൊണ്ട് നിങ്ങൾ അക്കോമഡേഷൻ ഇങ്ങനെ ഫ്രീക്വൻ്റ്ലി മാറ്റാതെ അവിടെ നിന്നുകൊണ്ട് അവിടെ ആ വില്ലേജ് മൊത്തം, ആ ഗ്രാമം മൊത്തം സുശേഷീകരിക്കാനാണ് പറഞ്ഞത്. അതല്ലാതെ ഒന്നിടവിട്ട് ഓൾട്ടർനേറ്റീവ് വീട്ടുകളിൽ പോകാനല്ല. അതെ, എല്ലാവരും സൽക്കരിക്കുമല്ലോ, അങ്ങനെ സൽക്കാരം എടുത്തുകൊണ്ട് ഇങ്ങനെ പോകുന്നതിനെ കുറിച്ചല്ല, അതിനെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഡോക്ട്രിൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഒരു പ്രാവശ്യം ഞാനൊരു 5 കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു അത്? യേശു അത് പറഞ്ഞിട്ടുണ്ടോ? സുവിശേഷങ്ങൾ അപ്പസ്തോലന്മാർ അത് ചെയ്തിട്ടുണ്ടോ? ലേഖനങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ടോ? മൊത്തം പുതിയ നിയമം അത് പ്രാക്ടീസ് പറഞ്ഞിട്ടുണ്ടോ? അതിൽ തന്നെ അതിനെ കൃത്യമായ അതിൻ്റെ ക്ലാരിറ്റി, ഇങ്ങനെയുള്ള 4-5 എണ്ണം ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ദി ഓവറോൾ ടീച്ചിങ് ഓഫ് ദ ബൈബിൾ ഓൺ വിമൻ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ സ്ത്രീകളെക്കുറിച്ച് ദൈവം എങ്ങനെ കാണുന്നു, ദൈവം അവരെങ്ങനെ ഉപയോഗിക്കുന്നു, എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യണം, ഇത് നമ്മൾ എടുക്കണം. ഈ 2 പീസ് മാത്രം വെച്ചൊരു ഉപദേശം ഉണ്ടാക്കാൻ പാടില്ല, ഒരു ഡോക്ട്രിൻ ഉണ്ടാക്കാൻ പാടില്ല, അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാൻ പാടില്ല. ഇതിന് പറയുന്ന പേരാണ് ഇന്റേണൽ കൺസിസ്റ്റൻസി, അല്ലെങ്കിൽ ഇന്റേണൽ യൂണിറ്റി ഓർ ഇൻറ്റഗ്രിറ്റി ഓഫ് എ ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള പിക്ചർ എടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ്, ഇങ്ങനെയാണ് ഒരു ഉപദേശം ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ നമ്മൾ ഇതും അതുപോലെ തന്നെ നമ്മളെടുത്ത് ഒരു കൺക്ലൂഷനിലേക്ക് വരണം. ഇനി എല്ലാവർക്കും വേണ്ടി ഞാനൊരു ബിഗ് പിക്ചർ ഉണ്ടാക്കാൻ പോവാം. നമുക്ക് യേശുവിന് തന്നതും ഈ വചനം തന്നതുമെല്ലാം ജൂയിഷ് കൾച്ചറാണ്, ശരിയല്ലേ? പക്ഷേ ഈ പരിശുദ്ധാത്മ വന്നപ്പോൾ ഇത് ജെൻറ്റൈൽ കൾച്ചറിലേക്ക് ഇൻവേഡ് ചെയ്തു. ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ ഇന്ന് പറയുന്ന ചില കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ പ്രയോജനപ്പെടുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാൻ പോകും. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ, നിങ്ങൾ പുറത്തോട്ട് വരട്ടെ, പ്രാർത്ഥിച്ചോ. അതായത് ജൂയിഷ് കൾച്ചർ ആൻഡ് ദ ജെൻറ്റൈൽ കൾച്ചർ, ഇത് രണ്ടും കൂടി കോൺഫ്രണ്ട് ചെയ്തൊരു സംഭവമാണ് ആഗോള സുവിശേഷീകരണം. കാരണം അവിടെ നിന്നാണ് ഇത് വന്നത്. അപ്പോസ്തലന്മാരെല്ലാം ജൂയിഷ് കൾച്ചറിൽ നിന്ന് വന്നവരാണ്. അവരുടെ അകത്തിരിക്കുന്ന ന്യായപ്രമാണത്തിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. പക്ഷെ പരിശുദ്ധാത്മ വന്നപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നു. പക്ഷെ ഇവർ പോയത് എങ്ങോട്ടാണ്? ഭൂമിയുടെ അറ്റത്തോളവും. എല്ലാ ജാതികളോടും സുവിശേഷം, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പറയുവിൻ, അവരെ ഡിസൈപ്പിൾ ചെയ്യാനാണ് പറഞ്ഞത്. ഇങ്ങനെ പുറത്തേക്ക് വന്ന് അവർ പോകാൻ തുടങ്ങിയപ്പോൾ ജെൻറ്റൈൽ റീജിയനുകളിൽ അവർ ജെൻറ്റൈൽ ചർച്ചുകൾ പ്ലാൻ ചെയ്തു. അതായത് ആദ്യം ഇവർ ചെയ്തിരുന്ന സ്ട്രാറ്റജി ജെറുസലേമിൽ സ്ഥാപിച്ചു. യഹൂദന്മാരുടെ
ഡയസ്പോറ നടന്നിട്ടുണ്ട്. ഡയസ്പോറ അറിയാമല്ലോ എന്ന് പറഞ്ഞാൽ സ്കാറ്ററിങ്, എല്ലാ ഇടങ്ങളിലേക്കും അവർ പോയി. അപ്പോൾ അങ്ങനെയാണ് കൊച്ചിയിൽ വരെ വന്നത്. ഇപ്പം നമുക്ക് അഭിമാനിക്കാവുന്നൊരു കാര്യം, യഹൂദന്മാരെ പീഡിപ്പിക്കാതിരുന്ന ഈ ഭൂമിയിലെ ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. അവരെ വെൽക്കം ചെയ്തത് ഒരേ ഒരു രാജ്യം, ആൻറ്റൈസെമറ്റിസം ഇല്ലാതെ യഹൂദന്മാരെ ആലിംഗനം ചെയ്ത വരവേറ്റ ഒറ്റ രാജ്യം ഇന്ത്യയാണ് ചരിത്രത്തിൽ. ഇവിടെ വരെ വന്നു. ഈ യഹൂദന്മാരായിരുന്ന ഫൗണ്ടിങ് അപ്പോസ്റ്റൽസ് എവിടെ പോയാലും ആദ്യം ചെയ്യുന്നത് അവിടെ ജൂയിഷ് കമ്മ്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കും. അവരുടെ സിനഗോഗ് ഉണ്ടോ, അവിടെയാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അവിടെ നിൽക്കില്ല. ലോകം എമ്പാടും സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കാനല്ലേ പറഞ്ഞത്. സോ അങ്ങനെ ഇവർ സുവിശേഷീകരിക്കാൻ തുടങ്ങിയപ്പോൾ പുതിയ പുതിയ പ്രശ്നങ്ങൾ പോപ്പപ്പ് ചെയ്യാൻ തുടങ്ങി. ഈ കൾച്ചറല്ല, കഴിഞ്ഞ ദിവസങ്ങൾക്ക് നമ്മൾ കണ്ടത് പല കൾച്ചറുകളിൽ പല കളറുകളിലുള്ള സഭകൾ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? പല രീതിയിലുള്ള മാനറിസമുള്ള, വേഷഭൂഷാദികളുള്ള, പല ഇക്കോണമിയുള്ള സഭകളാണ് ഈ പുറത്തേക്ക് വരുന്നത്. ഇവർ കണ്ട സഭയല്ല അപ്പുറത്ത് കാണുന്നത്. അതായത് ജെറുസലേമിലെ സഭയല്ല അന്ത്യോക്യയിലെ സഭ, അന്ത്യോക്യയിലെ സഭയല്ല റോമിലെ സഭ, അതല്ല എഫേസോസിലെ സഭ. വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളും 7 ഡിഫറൻ്റാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഈ ഒരു പ്രശ്നം ഇവർ അഭിമുഖീകരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവർ ലെറ്റർ എഴുതാൻ തുടങ്ങിയത്. ആര്? ഈ അപ്പസ്തോലന്മാർ. കൊരിന്തിലെ സഭയ്ക്ക് അപ്പസ്തോലനായ പൗലോസ് എഴുതുന്നത്. തിമോത്തിയോസ് ആരാണ്? അതിന് ഇടയലേഖനങ്ങൾ എന്ന് പറയുന്നത് അല്ലേ? ഒരു പാസ്റ്റർ മെൻറ്ററിയാണ്. എന്തിനു വേണ്ടി? ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്ന രീതിയിൽ നിങ്ങൾ സഭയെ നടത്തണം. ഇതാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പശ്ചാത്തലത്തിലോട്ട് ഞാൻ കയറിക്കോട്ടെ. അതായത് പൗലോസ് ഇത് ഈ വചനഭാഗങ്ങൾ എഴുതാനുള്ളൊരു പശ്ചാത്തലത്തിലോട്ട് ഞാൻ കയറാൻ പോവാം. ഇവിടെ എനിക്ക് 100% നിങ്ങളുടെ ശ്രദ്ധ ആവശ്യമാണ്. കാരണം ഇത് കിട്ടിയാൽ ഇതിന് മാത്രമല്ല ഒത്തിരി കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? സ്ത്രീകളുടെ ശുശ്രൂഷ. സഭയിൽ മിണ്ടാതിരിക്കണോ, പറയാമോ, പാട്ട് പാടാമോ, കൊയർ ലീഡ് ചെയ്യാമോ, ഇതൊക്കെയാണ്. ഇതൊരു വലിയ വിഷയമാണ്. കാരണം പുറത്ത് എന്തും ചെയ്യാം. ഇപ്പം അതായത് പാർലമെന്റിൽ സ്ത്രീകൾ സംസാരിക്കുന്നു, നിയമസഭയിൽ സംസാരിക്കുന്നു, അതുപോലെ സംസാരിക്കാൻ സാധിക്കുന്ന അത് UN സംസാരിക്കുന്നു, ഏറ്റവും വലിയ വലിയ പ്ലാറ്റ്ഫോമുകളിൽ എല്ലായിടത്തും സ്ത്രീകൾ സംസാരിക്കുന്നു. പക്ഷേ കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗം തന്നെയായിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ ഒരു ഘടകം എന്ന് പറയുന്ന സഭ പോലുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ സ്ത്രീകൾ സംസാരിക്കുന്നതിന് വിലക്കുണ്ടാകുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊരു വലിയൊരു ചിന്തയിലേക്ക് വഴിവെക്കുന്ന കാര്യം. ഇന്നത്തെ പൗലോസ് ഈ ഒരു 2 വചനങ്ങൾ കൂടെ പറഞ്ഞതാണ് വളരെ ശ്രദ്ധയേറിയ ഒരു വചനം. അല്ലെങ്കിൽ പൗലോസ് തന്നെ സ്ത്രീകളെ മൗനത്തിലാക്കുകയാണോ എന്ന് സംശയിക്കുന്ന 2 വചനങ്ങൾ. എൻ്റെ കാര്യത്തിൽ ഞാൻ സംശയിക്കുന്ന 2 വചനങ്ങൾ. അപ്പോൾ അത് എഴുതാനുള്ള പശ്ചാത്തലം. നമ്മളിനി ഇതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ എന്താണ്? 1 കൊരിന്ത്യർ 14:34-35. അവിടെ പൗലോസ് പറയുന്നത് സ്ത്രീകൾ മിണ്ടാതിരിക്കണമെന്നാണ്. പക്ഷേ അതേ ലേഖനത്തിൽ, ഇത് 14 അധ്യായം 11 അധ്യായത്തിൽ പറയണം, മൂടുപടമില്ലാതെ ഒരു സ്ത്രീ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്താൽ എന്താണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്? കൊരിന്ത് സഭയിൽ സ്ത്രീകൾ പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മക്കളെ, മൂടുപടം ഇട്ടുകൊണ്ട് നിങ്ങളത് ചെയ്താൽ മതി. നിങ്ങളുടെ സംസ്കാരം അതാണ്, ഞങ്ങളുടെ ജൂയിഷ് സംസ്കാരം വേറെയാണ്. കൊറിന്തിൽ സ്ത്രീകളുടെ മോഡസ്റ്റി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതിൽ നിന്ന് എന്ത് മനസ്സിലായി? പൗലോസ് സ്ഥാപിച്ച, പൗലോസ് ശുശ്രൂഷിക്കുന്ന കൊരിന്ത് സഭയിലെ സ്ത്രീകൾ പ്രാർത്ഥിക്കുമായിരുന്നു, പ്രവചിക്കുമായിരുന്നു. കൊരിന്തിലെ സ്ത്രീകൾ സംസാരിക്കുമായിരുന്നു സഭയ്ക്കകത്ത്. അതേ ലേഖനം കുറച്ച് മുമ്പോട്ട് പോയി 14 അധ്യായത്തിലെത്തിയപ്പോൾ പറയുന്ന സ്ത്രീകൾ സഭയിലും ഉണ്ടായിരിക്കട്ടെ. സോ വാട്ട് ഈസ് ദ മീനിങ്? ഈസ് ഹി കോൺട്രഡിക്റ്റിംഗ് ഹിംസെൽഫ്? ഇതാണ് നമ്മുടെ ചോദ്യം. അതെ, ഒരേ കത്തി തന്നെ രണ്ടും പറയുന്നു അല്ലേ? അപ്പോൾ നമുക്കിനി കുറച്ചുകൂടെ അതിൻ്റെ അകത്തോട്ട് ഇറങ്ങണം. ഇത്രയുള്ള സംഭവം. ഈ പൗലോസ് ഈ 2 ഭാഗങ്ങളിൽ ഇത് പറയുമ്പോൾ, ഒന്ന് സഭയ്ക്ക് എഴുതുന്നു, ഒന്ന് സഭ പാസ്റ്റർക്ക് എഴുതുന്നു. ഈ 2 സഭയും, 2 സഭ ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് കൊരിന്ത് സഭയും മറ്റേത് എഫേസോസിലെ സഭയും. തിമോത്തിയോസ് ആ സമയത്ത് എഫേസോസിലെ ചർച്ചിൻ്റെ പാസ്റ്ററാണ്. ഓക്കെ.
ഈ രണ്ട് സ്ഥലത്തും അഭിമുഖീകരിച്ച ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതാണ് നമ്മൾ ചരിത്രത്തിൽ പഠിക്കേണ്ടത്. ഈ പൗലോസ് ഈ കൊരിന്ത്യർക്ക് ലെറ്റർ എഴുതാനുള്ള കാരണം എന്താണെന്ന് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പറഞ്ഞു. അദ്ദേഹത്തെ വിസിറ്റ് ചെയ്യാൻ ചില ആളുകൾ വന്ന്, ക്ലോയയുടെ വീട്ടുകാരെന്ന് പറയുന്നത്, ക്ലോയേസ് ഫാമിലി, അവർ വന്നിട്ട് കൊരിന്ത്യ സഭയിലെ പ്രശ്നങ്ങൾ പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് അവർ ചോദിച്ച കുറേ ചോദ്യങ്ങളും അവർ പ്രസൻറ്റ് ചെയ്ത പ്രശ്നങ്ങളുടെയും മറുപടി കത്ത് പോലെയാണ് അദ്ദേഹം ഇത് എഴുതിയത്. ഇപ്പോൾ പഠിക്കാൻ ആഗ്രഹമുള്ള കുറച്ച് പേരുണ്ടാകും, അവർക്ക് വേണ്ടി ഞാൻ ചില എക്സ്ട്രാ സ്റ്റഫ് തരികയാണ്. ഈ കൊരിന്ത്യ ലേഖനത്തിൻ്റെ സ്ട്രക്ചർ. 1-ാമത്തെ അധ്യായം, കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിൽ സഭയ്ക്കകത്തുള്ള ഡിവിഷൻസിനെ കുറിച്ചാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നത്. ഇന്ന് സഭകളിൽ ഡിവിഷൻസ് ഉണ്ടോ? എൻ്റെ മക്കളെ, അതേ ഉള്ളൂ. ഏത് ഡിനോമിനേഷണൽ ചർച്ചസിൽ ചിലതൊക്കെ കോർട്ടിലാണ്. എവിടെ ഉണ്ടാകാം, നമ്മുടെ ചർച്ചിലുണ്ടാകാം, മനുഷ്യരാണെങ്കിൽ ഉണ്ടാകാം. അപ്പോൾ ഈ ഭിന്നപക്ഷങ്ങൾ അതെങ്ങനെ ഡിവിഷൻസ് വന്നാൽ കൈകാര്യം ചെയ്യണം. അപ്പോൾ 1-ാം നൂറ്റാണ്ടിലുള്ള അതേ പ്രശ്നമാണ് 21-ാം നൂറ്റാണ്ടിലുള്ളത്. രണ്ടാമത്തേത് സ്പിരിച്വൽ വിസ്ഡം ആൻഡ് റെവലേഷനാണ്, ആത്മീയമായ ഞാൻ. 3-ാമത്തേത് വീണ്ടും ഡിവിഷൻസ് എടുത്ത് അദ്ദേഹം പറയുന്നത്. 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ റെക്കഗ്നിഷൻ ഓഫ് അപ്പോസ്റ്റൽഷിപ്പ് ഓഫ് പോൾ. പൗലോസിനെ ഒരാളും അംഗീകരിക്കില്ലായിരുന്നു, അതറിയാമോ? കുറേ ആളുകൾ പറയുന്നത് ഈ ആദ്യത്തെ 12 പേരിൽ അവരല്ലാതെ വേറെ ആരും അപ്പസ്തോലന്മാരല്ല. അത് ഇന്നും വിശ്വസിക്കുന്നവരുണ്ട് അങ്ങനെ. അപ്പോഴാണ് അദ്ദേഹത്തിന് ഇത് സ്ഥാപിക്കേണ്ടി വന്നു. ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പസ്തോലന്മാരെക്കാൾ ഓട്ടം കുറഞ്ഞവനല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ അന്നില്ലായിരിക്കും, പക്ഷേ കർത്താവ് എനിക്ക് നേരിട്ട് എന്നെ വിളിച്ചതാണ്. ഞാനൊരു അപ്പസ്തോലനാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി. ഈ ആർക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അപ്പസ്തോലനാണ്, കാരണം ഞാനല്ലേ നിങ്ങളുടെ ചർച്ചസ് പ്ലാൻ ചെയ്തത്. ഇതുവരെ അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. അതാണ് 4-ാം അധ്യായത്തിൽ. 5-ാം അധ്യായത്തിൽ മൈ ഗോഡ്, ഇമ്മോറൽ ബ്രദർ, സഭയ്ക്കകത്ത് ഇമ്മൊറാലിറ്റിയിൽ ജീവിക്കുന്നൊരു മനുഷ്യൻ സ്വന്തം സ്റ്റെപ്പ് മദറിനെ ഭാര്യയായി എടുത്തിരിക്കുന്നു. ശക്തമായെഴുതി ആ ദുഷ്ടനെ നിങ്ങളുടെ നടുവിൽ നീക്കിക്കളയാൻ പറഞ്ഞു. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ലോ സ്യൂട്ട്സ്, കേസ് നടക്കുക. വിശ്വാസികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസ് കേസ്, കോടതി കേസ് നടക്കും. അപ്പോൾ ഇന്നുകൊണ്ട് അന്നും ഉണ്ടായി പ്രശ്നങ്ങളൊക്കെ. അടുത്തത് 7-ാം അധ്യായം, മാരേജ്, വിവാഹത്തിൻ്റെ പ്രശ്നം. അങ്ങനെ കുറേ ചോദ്യം ചോദിച്ചായിരുന്നു. ഇപ്പോൾ ഒരു കർത്താവ് വേഗം വരാൻ പോകും, അപ്പോൾ ഇനി കല്യാണം കഴിക്കണോ, വേർപിരിഞ്ഞിരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ തന്നെ. സെക്സിനെ കുറിച്ചും കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം 7-ാം അധ്യായത്തിലുണ്ട്. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഫുഡ് സാക്രിഫൈസ് ടു ഐഡൽസ്, വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം. 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും പോൾസ് അപ്പോസ്റ്റൽഷിപ്പിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. 4-ാം അധ്യായത്തിൽ റെക്കഗ്നിഷൻ ഓഫ് അപ്പോസ്റ്റൽ പ്രോബ്ലമാണ്. ഇനി എത്ര ഞാൻ പറഞ്ഞു, ഇനി 9. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വാർണിംഗ് ഫ്രം ഇസ്രായേൽ. നിങ്ങൾ ഇസ്രായേലിനെ നോക്ക്, അവിടെ നടന്നതെല്ലാം നിങ്ങൾക്കുള്ള വാർണിംഗ് ആണ്, നമുക്കുള്ള വാർണിംഗ് ആണ്. ഇസ്രായേൽ മക്കളെ ഈ മരുഭൂമിയിൽ നടത്തിയപ്പോൾ അവർ ചെയ്ത പാപങ്ങൾ, ഇത് നമുക്ക് മുന്നറിവിനായിട്ട് എഴുതി. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാമല്ലോ, കവറിങ്, അവിടെ ഇഷ്യൂ ആയിരുന്നു. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ 9 കൃപാവരങ്ങൾ. 13-ാം അധ്യായത്തിലേക്ക് എൻ്റെ മക്കളെ, നിങ്ങൾ എത്ര പ്രവചിച്ചാലും എത്ര വിശ്വാസം ഉണ്ടായോ, മല നീക്കിയാലും സ്നേഹമില്ലെങ്കിൽ പോക്കാണ് കേട്ടോ. എത്ര അധ്യായം? 13-ാം അധ്യായം. 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതാണ് ഇവിടെ. 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മേജർ കാര്യങ്ങൾ, പ്രവചനപരം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അന്യഭാഷയുള്ളവർ എപ്പോൾ സംസാരിക്കണം എപ്പോൾ സംസാരിക്കരുത്, വെളിപ്പാടുള്ളവൻ എന്ത് ചെയ്യണം, ഇതിങ്ങനെ പറഞ്ഞ് അവിടുത്തെ സഭായോഗം ഏറ്റവും അവസാനം വന്നപ്പോൾ ബഹളമായിട്ട് മാറി. ചില ആളുകൾ ചെയ്ത പരിപാടി അറിയാം, പറയാൻ കൊള്ളില്ല. കർത്തൃമേശയുടെ സമയത്ത് കുടിച്ച് പൂസായി എഴുതിയിട്ടുണ്ട്. അപ്പോഴത് എഴുതിയത്, നിങ്ങൾക്ക് തിന്നാനും കുടിക്കാൻ വീടുകളില്ലേ, നിങ്ങൾ ചർച്ചിൽ വന്ന് കുടിച്ച് പൂസാവണോ? വീഞ്ഞു കുടിച്ച ആൾ ഫിറ്റായി. അതും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 15-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ റെസറക്ഷൻ എന്താണ്, പുനരുദ്ധാനം, 58 വാക്യങ്ങൾ എന്തുകൊണ്ട്. അവസാനം പറഞ്ഞു, കർത്താവിൽ മക്കളെ നിങ്ങളുടെ പ്രയത്നമൊന്നും വൃഥാവല്ല. ഒരു പഞ്ചിങ് ഒരു പോയിന്റ് ഉണ്ട് അവിടെ. ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ, പാതാളമേ, ഇതെല്ലാം പറയുന്ന ആ ഭാഗം. 16-ാം അധ്യായം ഫണ്ട് റേസിംഗ് ആണ്, ധർമ്മശേഖരണം. എന്തിനു ഞാനിത് പറഞ്ഞത്? അദ്ദേഹം പൗലോസ്
ഈ കൊരിന്ത്യർ ലേഖനം എഴുതിയത് സഭയ്ക്കകത്തുള്ള ഇൻറ്റേർണൽ പ്രോബ്ലംസിനെ ഹാൻഡിൽ ചെയ്യാൻ ഓരോന്നോരോന്നെടുത്ത് വിശദമായി എഴുതി ഹാൻഡിൽ ചെയ്യാൻ. കുറേ കാര്യങ്ങൾ ആ സഭയ്ക്ക് മാത്രമുള്ളതാണ്. അതിൽ നിന്നുള്ള ചില ഇറ്റേണൽ പ്രിൻസിപ്പിൾസ് നമുക്കുള്ളതാണ്, നമുക്കും എടുക്കാം. അതേ സിമിലർ സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് എടുക്കാം. കാരണം എക്കാലത്തും സഭകളിൽ ഉള്ള ചില കോമൺ പ്രോബ്ലംസും എന്തോ പറയാൻ വന്നല്ലോ. ഞാൻ പറയാൻ വന്നത് ഇതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ കർത്തൃമേശയുടെ കാര്യത്തിലും ഈ കൊരിന്ത്യ ലേഖനത്തിലാണ് പ്രധാനമായിട്ടും ആ ഒരു പരാമർശം നമുക്ക് കാണാനായിട്ട് പറ്റും. അന്നപ്പോൾ അതൊരു വലിയ ഇഷ്യൂ ആയിരുന്നു. കൊരിന്തിലുള്ള ചർച്ചിൽ മാത്രമായിരിക്കും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കർത്തൃമേശയുടെ കാര്യത്തിൽ ഇത്ര വലിയൊരു ഇഷ്യൂ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തതെന്താ. പക്ഷെ അത് നമ്മളിപ്പോൾ കർത്തൃമേശയുടെ സമയത്ത് എടുത്തു പറയുന്ന ഒരു വാക്യമായിട്ട് മാറി. അല്ല, ഞാൻ പറഞ്ഞത് അതിൽ തെറ്റൊന്നുമില്ല. ബട്ട് അതിന്റെ കോണ്ടെക്സ്റ്റ് അതായിരുന്നു. ഈ പശ്ചാത്തലം പഠിച്ചില്ലെങ്കിൽ ഇറ്റ് ഈസ് സോ ഡേഞ്ചറസ്. വ്യാഖ്യാനത്തെ ബാധിക്കുന്ന വലിയൊരു കാര്യമാണ്. അതിനെ ഡിസ്റ്റോർട്ട് ചെയ്ത് വേറെ വഴിക്ക് സാധനം കൊണ്ടുപോകും. പിശാചിനത് ഭയങ്കര ഇഷ്ടമാണ്. പിശാചിൻ്റെ ഏറ്റവും വലിയ സന്തോഷം വചനം ശരിയായ രീതിയിൽ കാണാതെ അതിനെ കോട്ടി മാട്ടി. അതുകൊണ്ടാണ് പൗലോസ് ഒരു സ്ഥലത്ത് എഴുതുന്നു, വചനം കോട്ടിക്കളയുന്ന മറ്റുള്ളവരെ പോലെയല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ക്ഷമാ സിസ്റ്റർ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇത്രയും വർഷമായി ഇപ്പോൾ ഈ വചനം പഠിക്കുമ്പോൾ എനിക്കത് ഇപ്പോൾ അതൊരു ഒരു ലഹരി പോലെയാണ്. കാരണം എത്ര പഠിച്ചാലും ഇത് തീരുന്നില്ല. കൂടുതൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ഓ മൈ ഗോഡ്, ഇതാണോ സംഭവം? ഇത്രയും വർഷങ്ങളില്ലാത്ത ഇന്ന് വായിക്കുമ്പോൾ പുതിയത് എനിക്ക് കിട്ടും. അതാണ് ഈ വചനത്തിൻ്റെ പ്രത്യേകത. ഏതെങ്കിലും പുസ്തകത്തിന് അത് കിട്ടുമോ? ഒരു പ്രാവശ്യം വായിച്ചപ്പോൾ തന്നെ നമുക്ക് മതിയായി. പക്ഷേ ഈ വചനം വായിച്ചാലും തീരുമോ? ജീവിതകാലം ഡെത്ത് ബെഡ് വരെ നമ്മൾ വായിച്ചാലും തീരാനും പോകുന്നില്ല. അത്രയും അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. നൗ ഇനി കാര്യത്തിലോട്ട് കയറാൻ പോവാം. ഇതൊക്കെ ഇത്രയും കോണ്ടെക്സ്റ്റ് പശ്ചാത്തലം എല്ലാം കൂടി വിവരിച്ച് വിശദമായി എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ പറഞ്ഞതിന് കാരണം ഈ ബാക്ക്ഡ്രോപ്പ് ഇതാണ്. 14-ാം അധ്യായത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. മിണ്ടാതെ അതൊന്നുകൂടി ഒന്ന് വായിക്കാൻ പറ്റുമോ? ഈ 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ 34-35 എന്തോ അല്ലേ നമ്മൾ വായിച്ചത്? പൗലോസ് ഈ സ്ത്രീകളെ വിലക്കുന്ന ആ ഭാഗം ഒന്നുകൂടി ഒന്ന് വായിക്കാമോ? 34-ാമത്തെ വചനം, വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ, ന്യായപ്രമാണം പറയുന്നത് പോലെ കീഴടങ്ങിയിരിപ്പാനല്ലാതെ സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല. അപ്പോൾ ന്യായപ്രമാണവും പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതാണ് വിഷയം കേട്ടോ. ഈ അധ്യായത്തിൽ തന്നെ 3 കൂട്ടരോട് പൗലോസ് സംസാരിക്കരുതെന്ന് പറയുന്നുണ്ട്. പറയട്ടെ ഏതൊക്കെയാണ്? 1, ടങ് സ്പീക്കേഴ്സ് ഇഫ് നോ ഇൻ്റർപ്രറ്റർ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനിയില്ലാഞ്ഞാൽ മിണ്ടാതിരിക്കട്ടെ. 2, പ്രോഫറ്റ്സ് ഹൂ മേ ഡോമിനേറ്റ് ദ സർവീസ്. ചില പ്രവാചകന്മാർ അവർക്ക് തന്നെ പ്രവചിച്ചുകൊണ്ടിരിക്കണം. സ്വാഭാവികം മൊത്തം ഇവർക്ക് പ്രവചിക്കണം, ഇവർ കൈയാളുവാണ്. അങ്ങനെ വന്ന് പറഞ്ഞു 2-3 പേര് പ്രവചിച്ചാൽ മതി, ബാക്കിയുള്ളവർ വിവേചിക്കട്ടെ, അവിടെ ഇരി. അപ്പോൾ 2-ാമത്തെ വിലക്ക്. 3-ാമത്തത് വിമൻ ഹു ആർ ഡിസ്റപ്റ്റിംഗ് ദ സർവീസ്. 3-ാമത്തത് സഭായോഗങ്ങളിൽ ഇങ്ങനെ പറയേണ്ടത് ഡിസ്റപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അലങ്കോലം ഉണ്ടാക്കുന്ന, സംസാരിച്ച് ബഹളം ഉണ്ടാക്കി സഭായോഗങ്ങളെ കലക്കുന്ന സ്ത്രീകൾ മിണ്ടാതിരിക്കട്ടെ. ദിസ് ഈസ് ദ കോണ്ടെക്സ്റ്റ്. ഏറ്റവും ആദ്യം പറഞ്ഞത് ടങ് സ്പീക്കേഴ്സ്, അതിന് 28-ാമത്തെ വചനം കണ്ടാണ്. പിന്നെ ഉള്ളത് 30-ാമത്തെ വചനത്തിലാണ് പ്രവാചകന്മാർ. പിന്നെ സ്ത്രീകളുടേത് ഇപ്പം നമ്മൾ കണ്ടു 34-35. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റിലാണിത് പറയുന്നത്. ഈ സ്ത്രീകളോട് മാത്രമല്ല മിണ്ടാതിരിക്കാൻ പറയുന്നത്. പറഞ്ഞു മനസ്സിലായോ? ഈ അധ്യായത്തിൽ സ്ത്രീകളോട് മാത്രമല്ല പറയുന്നത്. അന്യഭാഷക്കാരൻ വ്യാഖ്യാനിയില്ലാഞ്ഞാൽ, കാരണം ഒരു അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരാൾ അയാൾ മാത്രം മൊത്തം സംസാരിച്ചു കൊണ്ടിരുന്നാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ നടക്കണ്ടേ? അതുകൊണ്ട് പറഞ്ഞു ഒരാൾക്ക് സങ്കീർത്തനമുണ്ട്, ഒരാൾക്ക് വെളിപ്പാടുണ്ട്, ഇതെല്ലാം നടക്കണം. ഏറ്റവും അവസാനം പറയുകയാണ്, സകലവും ചന്തമായി ഉചിതമായി നടക്കട്ടെ. ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല, ദൈവം ക്രമങ്ങളുടെ ദൈവമാണ്. സോ ഡു യു ഗെറ്റ് ദ പോയിന്റ് നൗ? അപ്പോൾ എന്താണ് കുറച്ചുകൂടെ ഈ സ്ത്രീകളെ വിലക്കാനുള്ള കാരണത്തിലേക്കാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ന്യായപ്രമാണവും പറയുന്നത് പോലെ. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ മോശയുടെ ന്യായപ്രമാണത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കും.
മൊത്തം മോശയുടെ ന്യായപ്രമാണം മുഴുവൻ എടുത്തു നോക്കിക്കോ, ഒരു സ്ഥലത്ത് പോലും മോശെ ഇത് വിലക്കിയിട്ടില്ല. ശരിയാ. എവിടെയെങ്കിലും വിലക്കിയിട്ടുണ്ടോ സ്ത്രീകളെ മിണ്ടരുതെന്ന് പറഞ്ഞിട്ട്? എങ്ങും വായിച്ചിട്ടില്ല. പിന്നെ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത്? ഇത് ഉദ്ദേശിച്ചത് തൽമൂദുകളാണ്. തൽമൂദുകൾ എന്ന് ഉദ്ദേശിച്ചത് ആദ്യം ഒരു കൽപ്പന കൊടുത്തു ഏദൻ തോട്ടത്തിൽ, അത് കഴിഞ്ഞത് 10 കൽപ്പന വന്നു, അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 613 കൽപ്പന വന്നു. അപ്പം ഇത്രയും ഉണ്ട് മോശയുടെ ന്യായപ്രമാണം വെച്ച്. എന്നാൽ യഹൂദ റബ്ബിമാർ, അവരുടെ ഗുരുക്കന്മാർ ഇതെടുത്തിട്ട് അതിൻ്റെ വ്യാഖ്യാനങ്ങളും ഉപവ്യാഖ്യാനങ്ങളും അവരുടേതായ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു വലിയ ഭാണ്ഡക്കെട്ട് തന്നെ ഉണ്ടാക്കി വെച്ചു. തൽമൂദുകൾ, പിന്നെ മിഡ്രാഷ്, അതായത് കുറേ ഉണ്ട്. ആർക്കും എടുത്താൽ ചുമന്നുകൊണ്ട് പോകാൻ പറ്റാത്തതും ആർക്കും ചെയ്ത് തീർക്കാൻ പറ്റാത്തതുമായ ഒത്തിരി ഗുലുമാലുകളുടെ നിയമങ്ങൾ യഹൂദ റബ്ബിമാരുണ്ടാക്കി. അതിലാണ് ഈ വിലക്ക് വന്നത്. അതല്ലാതെ മോശയുടെ ന്യായപ്രമാണത്തിലല്ല. ഒരു സ്ഥലത്ത് മോശ ഒരിക്കലും സ്ത്രീകൾ ഉണ്ടായിരിക്കട്ടെ എന്നൊരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. സ്ത്രീകൾ ഉണ്ടായിരിക്കട്ടെ ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. അതാണ് ആ കോണ്ടെക്സ്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നൗ ഇവിടെ ആരെയാണ് വിലക്കുന്നത്? സ്ത്രീകൾ എന്നോട് വഴക്ക് പറയരുത്, ഞാനൊരു ടേം ഉപയോഗിക്കാൻ പോവാ, പറഞ്ഞോട്ടെ. ലൗഡ് സ്പീക്കർ ലേഡീസ് എന്ന് വെച്ചാൽ ചില സ്ത്രീകൾ സഭായോഗം നടക്കുന്നതിനിടയിൽ, കേൾക്കുന്നുണ്ടോ? ഒരു കാര്യം കൂടി പറയണം, അന്നത്തെ സഭയോ എവിടെ നടക്കുന്നത്? നമ്മുടേതുപോലെയുള്ള ഹോളുകളോ ഒന്നും ആ കാലത്ത് ഉണ്ടായിട്ടില്ല. സിനഗോഗുകളുണ്ട്, പക്ഷെ സിനഗോഗുകളിലൊന്നും ഇതുപോലെ സഭായോഗമൊന്നും ഒത്തിരി നടന്നിട്ടില്ല. സിനഗോഗ് മൊത്തം രക്ഷിക്കപ്പെട്ടാലേ അവിടെ നടക്കുള്ളൂ. അധികവും വീട്ടുസഭകളാണ്. വീട്ടുസഭകളിൽ എന്താ സംഭവിക്കുന്നത്? ഒരുവിധം വലിയ വീടുകളിലായിരിക്കും കൂടുന്നത്. ലിവിങ് റൂമിലും ബെഡ്റൂമിലും അവിടെ ഇവിടെയൊക്കെ ഇരിക്കുമായിരിക്കും. അപ്പോൾ അവിടുത്തെ ഇവിടുത്തെ സംസ്കാരത്തിൽ പലപ്പോഴും സ്ത്രീകളെല്ലാം കൂടെ ഒരു ഭാഗത്തും പുരുഷന്മാരെല്ലാം കൂടെ ഒരു ഭാഗത്തുമായിരിക്കും ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് പല കാരണങ്ങളാണ്, അധികം വിദ്യാഭ്യാസമില്ല, പലർക്കും സംശയം വരും. ഈ സ്ത്രീകൾക്ക് ഫിൽറ്ററില്ല, കുറേ എന്തെങ്കിലും കാര്യം പറയുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും? അവിടെ നിന്നുകൊണ്ട് എന്താ പ്രസംഗിച്ചാൽ എനിക്കത് മനസ്സിലായില്ലല്ലോ, മനസ്സിലാകുന്നു. ഇത് അങ്ങോട്ട് ഭർത്താക്കന്മാരോട് ചോദിക്കും, ഇങ്ങനെ വിളിച്ചു പോകും. അപ്പോൾ ഈ ഒന്നാമത് PA സിസ്റ്റം ഇല്ല. ഈ ശുശ്രൂഷിക്കുന്നയാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലവില കൂടിയാൽ അവരോടാണ് മിണ്ടാതിരിക്കാൻ പറഞ്ഞത്. അതല്ലാതെ സ്ത്രീ പ്രസംഗിക്കരുതെന്നോ പ്രവചിക്കരുതെന്നോ ഒന്നും പൗലോസ് ഉദ്ദേശിച്ചിട്ടില്ല. കാരണം അതേ പൗലോസ് തന്നെ 11-ാം അധ്യായത്തിൽ പറയുന്നു, മൂടുപടമില്ലാതെ ഏതെങ്കിലും ഒരു സ്ത്രീ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്താൽ അതിൻ്റെ അർത്ഥം ആ സഭകളിൽ പ്രാർത്ഥിക്കുന്ന പ്രവചിക്കുന്ന സ്ത്രീകളുണ്ടായിരുന്നു. പക്ഷെ ഓർഡറിൽ ചെയ്യണം എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. ക്ലിയറായോ? ക്ലിയറായോ? ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ എന്ന് പറയുന്ന പദപ്രയോഗം തന്നെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. പ്ലൂറൽ ഫോമിലാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പൊ അവര് തന്നെ കൂടുതൽ ആളുകൾ സംസാരിക്കുമായിരുന്നു. അതിന് വേണമെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി തരാം. ഇവിടെ ഈ സൈലന്റ് ആകുക എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അവിടെ ഹോൾഡിങ് വൺസ് ടങ് എന്നാണ് എൻ്റെ അർത്ഥം. വായടച്ച് പിടിച്ചിരിക്കാൻ, നാവടക്കുക. അതെ. പിന്നെ സ്ത്രീ എന്നുള്ളതിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗുനൈ എന്നുള്ള വേർഡാണ്. GUNE, ഗ്രീക്ക് വേർഡ് ഗുനൈ. അതെങ്ങനെ കൃത്യം പ്രൊനൗൺസ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ അർത്ഥം വിമൻ എന്നും അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം, വൈവ്സ് എന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പോൾ ജനറലായിട്ട് പറയുവാണെങ്കിൽ അത് വിമനാണ്. എന്നാൽ ഭർത്താക്കന്മാർ കൂടെ ആ സെൻറ്റൻസിൽ ആ കോണ്ടെക്സ്റ്റിലുണ്ടെങ്കിൽ അത് വൈഫ്സാണ്. അങ്ങനെയാണ് അന്നത്തെ ഗ്രാമർ സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ അതാരാ? വൈഫാണ്. കാരണം ഭർത്താക്കന്മാരുടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, വീടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ഹസ്ബൻഡ്സ് ആൻഡ് വൈഫ്സ് കോണ്ടെക്സ്റ്റിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്പീക്ക് എന്നുള്ളതിന് ലാലിയോ എന്നുള്ളൊരു വേർഡാണ്. LALEO, ലാലിയോ. അതിൻ്റെ അർത്ഥം കോൾ ഔട്ട് അക്രോസ് ദ റൂം വിതൗട്ട് റെസ്പെക്റ്റ്. ഒരു ബഹുമാനമില്ല. ചില സ്ത്രീകളിൽ ഭയങ്കരമായിട്ട് ഉറക്കെ സംസാരിക്കുക, ആണ് ഫിൽറ്റർ ഇല്ല എന്ന് പറയും. അങ്ങനെ ഫിൽറ്റർ ഇല്ലാത്ത ലൗഡ് സ്പീക്കർ ലേഡീസ് ഈ സഭയ്ക്കകത്തുണ്ടായിരുന്നു. സഭായോഗത്തിനിടയിൽ ഇവർ വിളിച്ചു അങ്ങോട്ട് സംസാരിക്കും, ഇങ്ങോട്ട് സംസാരിക്കും. ഇവർ ക്ലാസ്സിൽ കുട്ടികളെല്ലാം കൂടി വർത്താനം പറയുന്ന സമയത്ത് ടീച്ചർ വന്നിട്ട് എന്ത്, ക്ലാസ് മോണിറ്റർ വാ, വർത്താനം പറയുന്ന പേര് എഴുതി വെക്കുക. എഴുതിയിട്ടുണ്ടോ? പിന്നെ
ഇങ്ങനൊരു സിനേറിയോയിലാണ് സ്ത്രീകൾ സഭയിൽ അഥവാ സഭായോഗത്തിൽ കലവില കൂടാതെ വിളിച്ചു കൂവാതെ മിണ്ടാതിരുന്ന് അഥവാ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് ഭർത്താക്കന്മാരോട് ചോദിച്ച് പഠിക്കാൻ. ക്ലിയർ ആണോ? ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനിങ്ങനെ വായിച്ചിട്ടുള്ളതെല്ലാം പറ. മറ്റൊന്നുമല്ല, ഈ ആ കാലഘട്ടത്തിൽ ഈ ബഹുഭാര്യത്വം ഭയങ്കരമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. അപ്പം പോളിനെ പോലുള്ള യഹൂദന്മാരായിട്ടുള്ള ആളുകളാണല്ലോ ചേർച്ച് ലീഡേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ വന്നുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റി അഥവാ ഈ വിശ്വാസികൾ എന്ന് പറയുന്നത് കൊരിന്ത് പോലുള്ള ജാതീയ ഇടങ്ങളിൽ നിന്നുള്ളതാണ്. അവിടെയാണ് ഈ ബഹുഭാര്യത്വം ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 3, 4 ഭാര്യമാരും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ടാണ് ഒരാൾ വരുന്നത്. ഇപ്പൊ യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ത്രീകൾക്ക് പ്രാകാരം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇടവും അവിടെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു ഇന്നാണെങ്കിലും ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നിട്ടുള്ളവർക്ക് ഒരു ചേർച്ചിന്റെ അതന്നെ ഒരു കത്തീഡ്രൽ സ്റ്റൈൽ എന്താണ്, എവിടെയാണ് സെറീനായിട്ട് നിൽക്കേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ഭയങ്കര എളുപ്പമാണ്. ഇപ്പൊ നമുക്കറിയാം പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകൾ നമ്മുടേതുപോലുള്ള കൂട്ടായ്മയിൽ വരുമ്പോൾ അവരെ നമുക്ക് പല കാര്യങ്ങളും പഠിപ്പിച്ചും മനസ്സിലാക്കിച്ചും ആ കൾച്ചറിനെ സെറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പൊ ഇവിടെയും പൗലോസ് സത്യത്തില് അത്തരത്തിലൊരു കൾച്ചർ സെറ്റ് ചെയ്യിപ്പിക്കുകയായിരുന്നു ഈ ബഹളത്തിന്റെ കാര്യത്തിൽ സത്യത്തിൽ. അല്ലാതെ വിവാഹം കഴിയാത്ത, നേരത്തെ പാസ്റ്റർ ഡാമിൻ ഉദ്ദേശിച്ച പോലെ ഇത് ഭാര്യമാരോട് മാത്രമാണെന്ന് പറയാൻ കാരണം വിവാഹം കഴിയാത്ത ഒരാൾക്ക് അവിടെ ഭർത്താവില്ലല്ലോ, വിധവയായിട്ടുള്ള ഒരു സ്ത്രീക്കും അവിടെ ഭർത്താവില്ലല്ലോ. അപ്പോൾ അത് ഭാര്യമാരോട് തന്നെയായിട്ട്, അതായത് ബഹുഭാര്യാത്വം ഉള്ളത് കൊണ്ട് അവിടെ അവര് ബഹളവും ഒച്ചയും ഒക്കെ വെക്കും. അപ്പൊ അതുകൊണ്ട് അവരോട് തന്നെയായിട്ട് സംസാരിച്ച ഒരു വചനഭാഗമായിട്ടാണ് അത് പറയപ്പെടുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൾച്ചറൽ ആപ്ലിക്കേഷൻ, ഡോക്ട്രിനൽ ആബ്സല്യൂട്ട്സ്, ഇത് രണ്ടും തമ്മിൽ നമ്മൾ വേർതിരിക്കണം. ഇവിടെ ഈ ലേഖനങ്ങളിലെല്ലാം പല സ്ഥലത്ത് ഇതുപോലെ കൾച്ചറൽ ആപ്ലിക്കേഷനുണ്ട്. അതിലൊന്നാണിത്. വായാടികളായ സ്ത്രീകളെ സഭായോഗത്തിൽ അടക്കിയിരുത്തി സഭായോഗത്തിൻ്റെ സാങ്ക്ടിറ്റി, അതിനൊരു അല്ലേ, ദൈവസ്ഥാനത്തിൽ ഇരിക്കുമ്പോൾ അതിൻ്റെതായൊരു ദൈവസ്ഥാനിൽ ഇരിക്കുന്നതിനൊരു രീതിയില്ലേ, അത് ഇവർക്കറിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞു സ്ത്രീകൾ സഭയിൽ കലവില കൂടാതെ നിങ്ങൾ മിണ്ടാതിരിക്കണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ പോയി പഠിക്കും. എന്നാൽ ഡോക്ട്രിനൽ ആബ്സല്യൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? സാൽവേഷൻ, ഹോളിനെസ്, ലോർഡ്ഷിപ്പ്, ഇറ്റേണിറ്റി തുടങ്ങിയ അത് ആബ്സല്യൂട്ട്സ് ആണ്. അതിലാർക്കും ഒന്നും അത് എങ്ങനെ പറയുന്നത്, ഇറ്റ് ഈസ് ബിയോണ്ട് കൾച്ചർ. ഏത് കൾച്ചറിലും അത് ആപ്ലിക്കബിളാണ്. ഞാൻ എക്സാമ്പിൾ പറയാം. യേശു അല്ലാതെ മറ്റൊരു രക്ഷകൻ നമുക്ക് ആർക്കുമില്ല. കൊരിന്തിന് വേറെ, റോമിന് വേറെ, അങ്ങനെ ഉണ്ടോ? ഇല്ല. ദാറ്റ് ഈസ് ആബ്സല്യൂട്ട്. ഇന്ന് കൾച്ചറിലോ വേഷഭൂഷാദികൾ ഇങ്ങനെയുള്ള ആരാധന രീതികളിലെല്ലാം ഭയങ്കരമായ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. നമുക്കിനി അടുത്ത ഭാഗത്തിലേക്ക് പോകാം. രണ്ടാമത്തേത്, അതായത് 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിൻ്റെ 11-12 ഒന്ന് വായിക്കാമോ? സ്ത്രീ മൗനമായിരുന്ന് പൂർണ്ണ അനുസരണത്തോടു കൂടെ പഠിക്കട്ടെ. മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. അപ്പോൾ അവിടെ നോട്ട് പെർമിറ്റ് എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ അനുവദിക്കുന്നില്ല. സ്ത്രീ മിണ്ടരുത്, സഭായോഗത്തിൽ സംസാരിക്കരുത്. ഇപ്പം നമ്മൾ വായിച്ചാൽ അങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്നാൽ ഇവിടെയും പശ്ചാത്തലം മനസ്സിലാക്കണം. എന്ത് സാഹചര്യത്തിൽ അത് പറഞ്ഞു, ആരോട് പറഞ്ഞു, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടുത്തെ സാഹചര്യം മനസ്സിലാകണമെങ്കിൽ ഇതാർക്കാ എഴുതിയത്? തിമോത്തിയോസ് എവിടുത്തെ പാസ്റ്ററായിരുന്നു? എഫെസോസിലെ പാസ്റ്ററായിരുന്നു. അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്? കോണ്ടക്സ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒന്ന്, ഫോൾസ് ടീച്ചേഴ്സ് ഇറങ്ങാൻ തുടങ്ങി. എന്നുവെച്ചാൽ ഫോൾസ് ടീച്ചേഴ്സ് തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന ഒത്തിരി പേര് അവിടെ ഇറങ്ങാൻ തുടങ്ങി. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, കർത്താവിൻ്റെ സത്യസുവിശേഷം, നിത്യസുവിശേഷം, വചനം, മായമില്ലാത്ത വചനം, ഈ അപ്പസ്തോലന്മാർ ജീവൻ പോലും കൊടുത്ത് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിശാച് അതിനെ ഡിസ്റ്റോർട്ട് ചെയ്ത്, ദൈവവചനത്തെ ഡിസ്റ്റോർട്ട് ചെയ്ത് പഠിപ്പിക്കുന്ന പലരെയും അങ്ങ് എഴുന്നേൽപ്പിച്ചു. ഇവർ വന്ന് സഭയ്ക്കകത്ത് പലരെയും പല രീതികളിലാക്കി
ഫോൾസ് ടീച്ചിങ്സിലൂടെ ആളുകളെ വഴിതെറ്റിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൽ നോസ്റ്റിക് മിത്സ് അറിയാലോ, നോസ്റ്റിസിസം കേട്ട് കാണും. പിന്നെ അതോടുകൂടെ ഡിസോർഡർ ഇൻ ഡോക്ട്രിൻ, ഉപദേശത്തിലൊക്കെ ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടാക്കി. പിന്നെ ഇതിൽ പെട്ടുപോയതാരാണെന്ന് അറിയാമോ? അധികവും കുറേ സ്ത്രീകൾ. സോ വിമൻ particularly targeted by heretical movements. ക്ഷമ ഓർക്കുന്നുണ്ടെന്നറിയില്ല, നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള ഈ ചർച്ച വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. കൊച്ചിയിലെ നമ്മുടെ ബ്ലെസ്സിങ് ടുഡേയിൽ ഒരു ദിവസം എനിക്കൊന്ന് കൊറിയയിൽ നിന്ന് എന്തോ കുറച്ച് ആളുകൾ വരുന്നു. അവർക്ക് സ്പെഷ്യലായിട്ട് കുറച്ച് ഇതൊക്കെ ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ അവർ അപ്പോൾ നമുക്ക് കേട്ടപ്പോൾ ഇത്തിരി പന്തികേട് തോന്നിയുകൊണ്ട് നമ്മൾ ഒത്തിരി എൻ്റർടൈൻ ചെയ്തില്ല. കുറേ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് നമ്മുടെ ചർച്ചിലെ പല വിശ്വാസികളെയും എങ്ങനെയോ അവർ ടാർഗറ്റ് ചെയ്തു, എങ്ങനെയോ കോണ്ടാക്ട് ചെയ്തു. പിന്നെ നമ്മൾ അറിയുന്നത് പല കുടുംബങ്ങളും അവരുടെ ബൈബിൾ സ്റ്റഡിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ പിന്നെ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഇവരെയും ഇപ്പോൾ കൊറിയക്കാരെയും കാണുന്നില്ല, ഇവരെയും കാണുന്നില്ല. സോ അവർ എന്തൊക്കെയോ വലിയ വിശുദ്ധിയുടെ എന്തൊക്കെയോ പറഞ്ഞു തുടങ്ങിയെങ്കിലും ചർച്ചുകളെ അവർ പൊളിച്ചു, സ്പ്ലിറ്റ് ചെയ്യാൻ തുടങ്ങി. ചർച്ചുകളിൽ നിന്നുള്ള ആളുകളെ അവർ എടുത്തു. സോ ഇങ്ങനെയുള്ള അന്നും ഇന്നും എന്നും ഇതുപോലെ ടീച്ചേഴ്സ് എഴുന്നേൽക്കും. ആദ്യം അതിൽ വീണു പോകുന്നത് ആരാണ്? സ്ത്രീകൾ. ഹവയെ പോലെ. സോ വിമൻ ഫോക്സ് ആർ ഓൾവേസ് വൾനറബിൾ ദാൻ മെൻ. ഇതാണ് സാധാരണ നമ്മൾ കാണുന്നത്. വീണു പോകാൻ വളരെ എളുപ്പമുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞൊരു കാര്യമാണ്. എന്തുകൊണ്ട് ഈ പാമ്പ് ആദമിൻ്റെ അടുത്ത് വന്നില്ല? 2, ഈ ഹവ്വ എന്തിന് പാമ്പിനോട് ഒറ്റയ്ക്ക് സംസാരിച്ചു? എനിക്കത് അറിയട്ടെ. ആദം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഹവ്വ ഈ ചതിയിൽ വീഴില്ലായിരുന്നു. അതുകൊണ്ട് സ്ത്രീകളെയാണ് ഇപ്പം നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട്, പത്രങ്ങളിലൊക്കെ വരുന്നതാണ്. സുവിശേഷകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളൊരു വീട്ടിൽ കയറി അവിടുത്തെ സ്വർണ്ണാഭരണങ്ങളെല്ലാം കൊണ്ടുപോയി. സുവിശേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നതാണ് വീട്ടിൽ. സുവിശേഷം പറയാമെന്ന് പറയുന്നു. ദേവദാസനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കയറ്റിയിരുത്തി ചായ കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു, ബണ്ണ് കൊടുക്കുന്നു, എല്ലാം സൽക്കരിക്കുന്നു, വചനം എടുത്ത് സംസാരിക്കുന്ന അവസാനം എന്തൊക്കെയോ രീതിയിൽ ആഭരണങ്ങളെല്ലാം കൊണ്ട് കവർന്ന് ആൾ പോയി. സ്ത്രീകളെ മറിക്കുന്ന, കാരണം സ്ത്രീകളാണ് പെട്ടെന്ന് ചതിക്കുഴിയിൽ വീഴാൻ എളുപ്പമുള്ളത്. ഇങ്ങനെയുള്ള ടീച്ചിങ്സ് കിട്ടിയ സ്ത്രീകൾ സഭയ്ക്കകത്ത് പല ടീച്ചിങ്സ് ഇറക്കാൻ തുടങ്ങി. ഈ സാഹചര്യത്തിലാണ് പറയുന്നത്, തിമോത്തിയോസേ, ഒത്തിരി അപ്പസ്തലന്മാരുടെ ഇപ്പോൾ ഈ എഫെസോസിലാണ് പൗലോസ് ഏറ്റവും കൂടുതൽ 3 വർഷത്തിലധികം താമസിച്ച് അടിസ്ഥാനമിട്ട സഭയാണ്, മെഗാ ചർച്ചാണ്. ഇവിടെ ഈ ദുരുപദേശക്കാർ സ്ത്രീകളിലൂടെ വന്ന് ഇങ്ങനത്തെ ടീച്ചിങ്സ് ഇറക്കരുത്. ഇനി ഒന്നുകൂടി വെച്ച് അതിനെ ഞാൻ അനുവദിക്കുന്നില്ല. ഇനി വായിക്കും. മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ ആ സഭയിലുള്ള സ്ത്രീകളോടാണ് അദ്ദേഹം ലെറ്റർ എഴുതുന്നത്. അതല്ലാതെ എക്കാലത്തുമുള്ള ആഗോള സഭയിലെ സകല സ്ത്രീകളും ഒരിക്കലും വാതുറക്കാൻ പാടില്ല, പ്രവചിക്കാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല, പ്രസംഗിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇതാണ് ഒരു കൾച്ചറൽ സെറ്റിങ്ങിൽ അദ്ദേഹം കൊടുത്തൊരു ഇൻസ്ട്രക്ഷനെ ഒരു യൂണിവേഴ്സൽ ലോ ആക്കി മാറ്റരുത്, ഡോക്ട്രിനാക്കി മാറ്റരുത്. എനിക്ക് തോന്നുന്നു പാസ്റ്റർ പറഞ്ഞ കാര്യത്തിന് അതിന്റെ അടുത്ത വചനങ്ങളിലേക്ക് വരുമ്പോൾ കറക്റ്റ് ആദാമിന്റെയും ഹവ്വയുടെയും കാര്യം തന്നെ അവിടെ പറഞ്ഞു വരുന്നുണ്ട്. ഞാനത് വായിപ്പിച്ചില്ലെന്നേ ഉള്ളൂ. ആദാമല്ല സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിലാക്കപ്പെട്ടത്. അതിനുശേഷം സമയമുള്ളപ്പോൾ നിങ്ങൾ അതിന്റെ താഴേക്കൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. സോ ദിസ് ഈസ് ദ കോണ്ടാക്സ്റ്റ്. ഇത് പറയാതെ ഒരു സ്ത്രീയും ഒരിക്കലും സഭയിൽ മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള സഭകളിൽ, പല സഭകളിൽ ഞാൻ കണ്ടിട്ടുള്ളത്, സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് പാട്ട് പാടാം. ഈ ചില സഭകളിലൊക്കെ പാട്ട് പാടി തുടങ്ങാം. 2, ദേവദാസൻ ശുശ്രൂഷിക്കുമ്പോൾ വാക്യം വായിച്ചു കൊടുക്കാം. പിന്നെ ദേവദാസന് വേണ്ടി മറഞ്ഞിരുന്ന് പ്രാർത്ഥിക്കാം. അതല്ലാതെ ഒരു വചന ശുശ്രൂഷയോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒത്തിരി സഭകളിൽ സ്ത്രീ അനുവദിക്കുന്നില്ല. കാരണം ആ കമ്മ്യൂണിറ്റിയെ മൊത്തം ഈ ഒരൊറ്റ ഡോക്ട്രിനിൽ അല്ലെങ്കിൽ ഒറ്റ ഈ ദുരുപദേശത്തിൽ എന്ന് പറയേണ്ടി വരും, ലോകം മുഴുവൻ അടച്ചു വച്ചു. ഇപ്പം ഇതിൻ്റെ ഡാമേജ് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അതിലോട്ട് വരാം.
പക്ഷേ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ എല്ലാവരോടും ചോദിക്കുക. ക്ലിയർ ആണോ? ഈ രണ്ട് കോണ്ടെക്സ്റ്റ് മനസ്സിലായോ? ഷമസിക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ദിസ് ഈസ് ഇറ്റ്. വളരെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് കൊരിന്ത്യ സഭയുമായിട്ടുള്ള ബന്ധത്തിലുള്ള കാര്യമാണ്. അവിടെയാണെങ്കിൽ കൂടുതൽ ഭാര്യമാരോടുള്ള ബന്ധത്തിലാണ് അവിടെ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ എഫെസോസ് സഭയിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഉപദേശ പിശകുകൾ അല്ലെങ്കിൽ കള്ള ഉപദേശം അതിൽ വീണുപോയ സ്ത്രീകളോടാണ്, അവരോടാണ് പറഞ്ഞത് മിണ്ടാതിരിക്കട്ടെ, നിങ്ങൾ പഠിപ്പിക്കാനോ പുരുഷന്റെ മേൽ. കാരണം വെച്ചാൽ ഒരു ജസബേലിക് സ്പിരിറ്റ് വരെ അവിടെ ഇറങ്ങി. അതുകൊണ്ടാണ് പുരുഷന്റെ മേലൊക്കെ കർത്തൃത്വം നടത്താൻ നിങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞു. ജസബേലിക് സ്പിരിറ്റിന്റെ പ്രത്യേകത ഏലിയാവിനെ തട്ടാൻ വേണ്ടി പദ്ധതി ഒരുക്കിയത് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ജസബേലിക് സ്പിരിറ്റിന്റെ പ്രത്യേകത പുരുഷന്റെ മേലധികാരം നടത്തി കീഴ്പ്പെടാതെ വേറെ രീതിയിലോട്ട് അത് കൊണ്ടുപോകും. അവിടെയാണ് ഇപ്പം ഞാനൊരു പാസ്റ്ററാണ്, സഭയ്ക്കകത്ത് ചില സ്ത്രീകൾ എഴുന്നേറ്റ് വിയേർഡായിട്ടുള്ള ഡോക്ടറിൻസ് പറഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കുമോ? അതെ, ഞാൻ പറയും നോ, യു കനോട്ട് ടീച്ച്. ഞാൻ ആക്കി വെച്ചിട്ടുള്ള ചില ആളുകൾ ചിലപ്പോൾ അത് ടെമ്പററി സെറ്റിങ്ങിലായിരിക്കും. ഇവർ മാനസാന്തരപ്പെട്ട് നാളെ ഇതായാൽ ചിലപ്പോൾ നല്ല ഡോക്ടറിൽ വന്നാൽ ചിലപ്പോൾ പഠിപ്പിക്കാൻ അനുവദിച്ചെന്നിരിക്കും. ഇതിപ്പം വളരെ കൃത്യമായിട്ട് സംസാരിക്കരുത് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്, അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വളരെ വ്യക്തമായി തീർന്നിട്ടുണ്ട്. അടുത്ത ഒരു ചോദ്യമുള്ളത്, ശരിക്കും പറഞ്ഞാൽ ചോദ്യവും ഉത്തരവും അതിനകത്ത് തന്നെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും അല്ല, നമ്മൾ പലരും സംസാരിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല. അതെ, ഇതെല്ലാം എടുത്തും തിരിച്ചും മറിച്ചും ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അതെ, ഈ സ്ത്രീകൾ സംസാരിക്കരുത് എന്ന് പറയുമ്പോൾ യേശു കർത്താവ് അങ്ങനെ സംസാരിക്കരുതെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. ഒരു സ്ത്രീയും സംസാരിക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ടില്ല. പകരം യേശു സ്ത്രീകൾ സംസാരിച്ചത് കേട്ടിരുന്നു. നമ്മൾ കിണറ്റിൻ്റെ കരയിൽ നിന്ന ശമരക്കാരത്തി സ്ത്രീയുടെ കാര്യത്തിലാണെങ്കിലും, ഞാൻ സൗഖ്യമാക്കില്ല എന്ന് പറഞ്ഞിട്ട് തള്ളി വിട്ട കനാന്യ സ്ത്രീയുടെ കാര്യത്തിലാണെങ്കിലും, ഇങ്ങനെ മഗ്ദലക്കാരത്തി മറിയയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം യേശു കർത്താവ് അവരോട് സംസാരിക്കുന്നതും അവർ സംസാരിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുന്നതും ഒക്കെ ആയിട്ടാണ് നമുക്ക് മനസ്സിലായി. ഇനി പഴയ നിയമത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ന്യായാധിപന്മാർ ഒത്തിരി പേരുള്ളതിൽ ഒരൊറ്റ സ്ത്രീ മാത്രം ഒരു ന്യായാധിപ ഉണ്ടായിരുന്നു, ദെബോര എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ത്രീ. അവർ ന്യായാധിപയാണെന്ന് പറയുമ്പോൾ ന്യായപാലനം ചെയ്യുന്ന ഒരു സ്ത്രീയാണ്, അപ്പോൾ ഒരു ജഡ്ജാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവർ സംസാരിക്കാതിരിക്കാൻ ഒരിക്കലും പറ്റിയിട്ടുണ്ടാവില്ല. അതുപോലെ നമ്മൾ എസ്തറിനെ കുറിച്ച് കാണുമ്പോൾ ഇങ്ങനെ ബൈബിളിൽ പല ക്യാരക്ടറും പഴയ നിയമത്തിൽ കാണുമ്പോഴും ഒക്കെ അവരൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിനെ എങ്ങനെയാണ് യേശു കർത്താവ് ഒരിക്കലും സ്ത്രീകളെ മൗനത്തിലാക്കിയിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടെ ബൈബിളിൽ നിന്ന് അങ്ങനെ ആക്കിയിട്ടില്ല എന്ന് പറയാൻ സാധിക്കുന്ന കാര്യങ്ങൾ കൂടെ ഒന്ന് പറയാമോ? അതിലേക്ക് നമ്മൾ കയറിയേ പറ്റൂ. അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും ഒരു ഡോക്ടറിൻ ഉണ്ടാക്കുമ്പോൾ ദ എൻറ്റയറിറ്റി ഓഫ് ദ ബൈബിൾ എടുക്കണം. ഒരിത്തിരി സമയം എടുത്താലും കുഴപ്പമില്ല, പെട്ടെന്ന് നമുക്ക് വേഗത്തിൽ ആ കാര്യങ്ങളും കൂടി കേട്ടില്ലെങ്കിൽ ഇതിൻ്റെ ശരിക്കുള്ള ബാലൻസ് നമുക്ക് മനസ്സിലാവില്ല. അതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ പോവുക. ഒരിക്കൽ റെയിൻഹാർഡ് ബോങ്കയോട് ചില ആളുകൾ ചോദ്യം ചെയ്തു. റെയിൻഹാർഡ് ബോങ്കയുടെ ടീമിൽ ലേഡീസ് ഉണ്ടായിരുന്നു ശുശ്രൂഷകരായിട്ട്. ഓക്കെ. അപ്പോൾ ഈവൻ എനിക്ക് തോന്നുന്നു പ്രൊഫറ്റ് എസിക്കിയ ഫ്രാൻസിസിൻ്റെ വൈഫ് ബെനീറ്റ ഫ്രാൻസിസ് ഒക്കെ ഒരു കാലത്ത് ആ ടീമിലുള്ളവരായിരുന്നു. ഇന്ന് ദൈവം ശക്തമായി ഉപയോഗിക്കുന്നു. അതിലൊരു സൂസെറ്റ് ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഭയങ്കര ശുശ്രൂഷ ഉള്ളവരാണ് റെയിൻഹാർഡ് ബോങ്കയുടെ ടീമിൽ. അപ്പോൾ ഈ റെയിൻഹാർഡ് ബോങ്കയോട് ആളുകൾ വന്ന് ചോദിക്കുകയാണ്, നിങ്ങളുടെ ടീമിൽ എന്തുകൊണ്ട് സ്ത്രീകളെ നിങ്ങൾ വെച്ചിരിക്കുന്നു? വചനവിരുദ്ധമല്ലേ ഇത്? നിങ്ങൾ പ്രസംഗിച്ചോ, ഞങ്ങൾ കേട്ടോളാം. പക്ഷേ ഈ സ്ത്രീകളെ എന്തിനാ? അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതാണ്, ഇഫ് ഐ ആം ഡ്രൗണിങ് ഇൻ ദ സീ ആൻഡ് സ്ട്രഗ്ലിംഗ് ടു എസ്കേപ്പ്, ഐ ഡോണ്ട് കെയർ ഇഫ് എ വുമൺ ഗിവ്സ് മീ എ ഹെൽപ്പിംഗ് ഹാൻഡ്. ഒന്ന് മലയാളത്തിൽ പറഞ്ഞു. ഇത് ബോങ്കയ്ക്ക് മാത്രം പറയാൻ പറ്റുന്ന ഉത്തരങ്ങളാണ് ഇതൊക്കെ. അദ്ദേഹം പറയുന്ന ഒരു ഉത്തരം ഇങ്ങനെയാണ്, ഇപ്പോൾ ഞാനൊരു വെള്ളത്തിൽ ഒരു നദിയിലോ മറ്റോ മുങ്ങിച്ചാകാൻ പോവുകയാണെങ്കിൽ ആ ചാകുന്നതിനിടയിൽ രക്ഷിക്കാനായിട്ട് ഒരു സ്ത്രീയാണ് വന്ന് എനിക്ക് കൈ തരുന്നതെങ്കിൽ അവിടെ രക്ഷപ്പെടാനായിട്ട് ആ സ്ത്രീയുടെ കയ്യിൽ പിടിച്ച് തൂങ്ങിക്കയറുന്നതിൽ എനിക്ക് ഒട്ടും മടിയില്ല. Wow! Salute to the man of God. അദ്ദേഹം ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലാണ്. പക്ഷേ what a man of God. നീ ഷമസിസ്റ്റ് പറഞ്ഞതിലോട്ട് വരാൻ പോവാം. ഓക്കെ, ഈ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഞാൻ കുറേ പെൺപിള്ളേരുടെ പേര് പറയാൻ പോവാം.
സ്ത്രീകളുടെ പേര് പറയാൻ പോകും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊക്കെ ഉപയോഗിച്ചവരുടെ പേര് പറയാൻ പോകും. ഓക്കെ, എല്ലാവരും എഴുതിയെടുക്കുമായിരിക്കും, പെട്ടെന്ന് എഴുതാവുന്നവരൊക്കെ എഴുതിക്കോ. നമ്പർ 1 മിറിയം. ആരാണെന്നറിയോ? മോശയുടെ ചേച്ചി. ഈ ചേച്ചിയാണ് വെള്ളത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പോലും ദൈവം ഉപയോഗിച്ച മോശയുടെ ചേച്ചി. എന്നിട്ട് ഇവിടെ ശമ്പളം മേടിച്ചു കൊടുത്താണ് ഇവിടുന്ന്, സ്വന്തം അമ്മയ്ക്ക് പറവന്റെ മോളുടെ സാലറി കൊട്ടാരത്തിൽ നിന്ന് മേടിച്ചു കൊടുത്താണ്. എന്തിന്? ബ്രസ്റ്റ് ഫീഡിങ്ങിന്. ഷി വാസ് എ ലീഡർ ആൻഡ് പ്രൊഫറ്റസ്. ഒരു നേതാവും പ്രവാചകി. ഷീ സാങ് പ്രൊഫറ്റിക് സോങ്സ്. എന്താ അവിടെ നടന്നേ? വിക്ടറി സോങ് പാടിയത്. ആൻഡ് ഷി വാസ് എ ലീഡർ വിത്ത് മോസസ് ആൻഡ് ആരോൺ. ഈ 2 സഹോദരങ്ങളോടൊപ്പം ഇവളും ഇസ്രായേലിനെ ലീഡ് ചെയ്തു. എത്ര പേരാ? 30 ലക്ഷം. അടുത്തത് ഡെബ്ര, നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഈ ലെപ്പിദോത്തിന്റെ ഭാര്യയാണ്. ആൻഡ് ഷി വാസ് എ സീനിയർ ജഡ്ജ്. അടുത്തത് യായേൽ അല്ലേ? അതായത് ഒരു നൊമാഡിക് ഫാമിലിയിൽ നിന്നുള്ളൊരു മാട്രിയാർക്കായിരുന്നു അവർ. പിതാമഹൻ. മഹൻ എന്ന് പറയുന്നത് ആണല്ലേ? എന്താന്ന് വെച്ചാൽ അത് ഈ സ്ത്രീയാണ് ഈ സീസറെ കുത്തി പെഗ് അല്ലെ 10 പെഗ് കൊണ്ട് കുത്തി കയറ്റിയത്, കൂടാരത്തിന്റെ കുറ്റി കൊണ്ട്. ഹൂൽദ അറിയോ? ഷല്ലൂമിന്റെ ഹൂൽദ. അവര് ഈ ഹൂൽദയുടെ കാലത്ത് അവളിലൂടെ എ വേവ് ഓഫ് റിവൈവൽ നാട്ടിലുണ്ടായി. അടുത്തത് സ്ത്രീകളൊക്കെ കമൻറ്റ് സെക്ഷനിൽ എന്തെങ്കിലുമൊക്കെ ഇടണോട്ടെ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ല, ഞാൻ സാറിന് ഈ സ്ത്രീകൾക്ക് വേണ്ടി കോൺഫറൻസിലൊക്കെ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾ എനിക്കൊരു മിഠായെങ്കിലും മേടിച്ച് തരണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. കാരണം ഈ ഷമാ സിസ്റ്റർ ശുശ്രൂഷയിൽ പൊങ്ങി വന്ന സമയത്ത് ഒത്തിരി മീൻസ് ഒത്തിരി ഞങ്ങൾ വില മുടക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു കാലത്ത്. ഇന്നിപ്പോൾ പിന്നെ കുറേയൊക്കെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതുപോലെ, അതുകൊണ്ട് പിന്നെ വലിയ ഇതില്ല. പക്ഷേ മാത്രമല്ല, ഇന്ന് ഒത്തിരി സഹോദരിമാർ ശുശ്രൂഷയ്ക്ക് എഴുന്നേറ്റു കൃപയാൽ. ഇന്ത്യയിൽ എല്ലായിടത്തും, കേരളത്തിലും എല്ലായിടത്തും എഴുന്നേറ്റു. അപ്പോൾ അത്രയും നോട്ടപ്പുള്ളിയല്ല ഇന്ന് ഷമാ സിസ്റ്റർ. എന്നാൽ ഒരു കാലത്ത് അങ്ങനെ അല്ലായിരുന്നു. ഓഡ് വൺ ഔട്ട് എന്നതുപോലെ ആയിരുന്നു. അടുത്തൊരാളെ കൊണ്ടുവരട്ടെ, മിസ്സസ് ഐസയ. യെശയ്യാവില്ലേ? യെശയ്യാവിൻ്റെ വൈഫ് ഒരു വലിയ പ്രൊഫറ്റസ് ആയിരുന്നു. ഈ എല്ലാ പ്രവാചകന്മാരിലും യെശയ്യാവ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അതിന് കാരണം വൈഫിനും ശുശ്രൂഷ ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. വൈഫ് വെളിപ്പാട് കാണും, സ്വപ്നങ്ങൾ കിട്ടും. നേരെ വന്ന് അത് രംഗത്ത് പറയുന്നില്ലെങ്കിലും യെശയ്യാവിനോട് പറഞ്ഞിട്ട് അത് ഒരുമിച്ചാണ് ഡെലിവറി ചെയ്തിരുന്നത്. ഒരു കൂട്ടു ശുശ്രൂഷയാണ്. അതുകൊണ്ട് എല്ലാ മേജർ പ്രോഫറ്റ്സ് എന്ന് പറയുന്നവരിൽ ഏറ്റവും ഫലവത്തായി വോളിയൂംസ് അദ്ദേഹം, പ്രത്യേകിച്ച് യേശുവിനെ കുറിച്ച് ഭയങ്കരമായി പ്രവചിച്ചൊരു മനുഷ്യനാണ്. അതിൻ്റെ ഒരു മെയിൻ കാരണം ഈ പ്രവാചകിയാണ്. അടുത്തത് ഹേമാൻ എന്ന് പറയുന്ന ആളുടെ 3 ഡോട്ടേഴ്സ് ഉണ്ട്. 1 ദിനവൃത്താന്തി 25-ാം അധ്യായത്തിൻ്റെ 5-6 വചനങ്ങളിൽ. ഞാൻ എല്ലാറ്റിൻ്റെ ഒന്നും റെഫറൻസ് ചെയ്ത് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ അവിടെ കിങ് ഡേവിഡിൻ്റെ സമയത്ത് ഈ ഒരു ഭയങ്കര വർഷിപ്പ് ലീഡേഴ്സ് ആയിരുന്നു. ഭയങ്കരമായ മ്യൂസിക് മിനിസ്ട്രി കൊണ്ടുവന്നത് ഈ 3 പെൺപിള്ളേർ. അടുത്തത് എസ്തർ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എസ്തറിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, നേഷൻ വൈഡ് ഫാസ്റ്റ്, ദേശം മൊത്തമുള്ളൊരു ഉപവാസം കൊണ്ടുവന്നു, രാജ്യത്തെ മുഴുവൻ മറ്റൊരു ദിശയിലേക്ക് മറിച്ചു വിട്ടൊരു സ്ത്രീയാണ്. 3 ദിവസം ഉപവാസത്തിൽ എന്ന് വെച്ചാൽ നേഷണൽ ചേഞ്ചും ഉണ്ട്. കാരണം അന്നത്തെ ഏറ്റവും ഭയങ്കരമായ വംശഹത്യ നടക്കാൻ പോയി, യഹൂദന്മാരെ മുഴുവൻ കൊല്ലാൻ പോവുക. ഈ ഒരൊറ്റ പെൺകൊച്ചെഴുന്നേറ്റ് സംസാരിച്ചു. ഇനി ന്യൂ ടെസ്റ്റമെൻറ്റിലേക്ക് ഞാൻ പെട്ടെന്ന് വരാൻ പോവാം. ഈ ഏറ്റവും രസം എന്ന് പറയുന്നത്, യേശുവിൻ്റെ ജെനിയോളജി എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ സ്ത്രീകളുണ്ട്. സ്ത്രീകളെ ഭയങ്കരമായിട്ട് പറഞ്ഞേക്കുക. പണ്ട് കാലത്ത് അതില്ലായിരുന്നു, പക്ഷെ ചില സ്ത്രീകളെ എക്സ്ട്രാ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി പ്രോഫറ്റസ് അന്ന എല്ലാവർക്കും അറിയാമല്ലോ. അന്ന പ്രവാചകി 84 വയസ്സുണ്ട്. പക്ഷെ ദേവാലയം വിട്ട് പിരിയാതെ അവളിരുന്നത് കർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ. അവിടെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ഷീമോനും ഹന്നയുണ്ട്. ഈ മശിഹായുടെ കാര്യം ഷീമോൻ നിന്നിട്ട് പറയുന്നത് ഈ ജോസഫിനോടും ഭാര്യയായ മറിയത്തിനോടും ഫാമിലി മെമ്പേഴ്സിനോടാണ്. ഹന്നയാണ് ദൈവാലയത്തിന് പുറത്തോട്ട് ഇറങ്ങി സകലമാന ആളുകളോടും പറയുന്നത്. അപ്പൊ കാത്തിരുന്ന 2 പ്രവാചകരിൽ തന്നെ ഒരു സ്ത്രീയാണ് സത്യത്തിൽ ആ വിളംബരം ചെയ്യുന്ന കാര്യം ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഞാൻ കേട്ടൊരു ആർഗ്യുമെൻ്റാണ്, ഈ
പാപം ഈ ഭൂമിയിലേക്ക് വന്നത് സ്ത്രീയിലൂടെയാണ്. Yeah. അതുകൊണ്ട് സ്ത്രീയെ കർത്താവ് ഒരിക്കലും ശുശ്രൂഷയിൽ ഉപയോഗിക്കാൻ പാടുമില്ല. അതൊരു ശിക്ഷയാണ്. അപ്പം ഞാൻ പറയുന്നത്, ഇഫ് സിൻ കെയിം ഇൻ ടു ദിസ് വേൾഡ് ത്രൂ എ വുമൺ, സേവിയർ ഓൾസോ കെയിം ടു ദിസ് വേൾഡ് ത്രൂ എ വുമൺ. Amen. Yes. ശരിയാണോ പറയുന്നത്? Yes. അംഗീകരിക്കാൻ പറ്റുമോ? കമന്റ് സെക്ഷനിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യപ്പാ. ഈ ലോകത്തിലേക്ക് പാപം കടന്നു വന്നത് ഒരു സ്ത്രീയിലൂടെ ആണെങ്കിൽ ആ പാപത്തിന്റെ പരിഹാരകനായിട്ടുള്ള രക്ഷകൻ കടന്നു വന്നതും ഒരു സ്ത്രീയിലൂടെ തന്നെയാണ്. പുരുഷനിലൂടെ അല്ല. അപ്പൊ അത് ക്യാൻസൽ ആയില്ലേ? ഇനി പ്രശ്നമില്ലല്ലോ. ഇനി സമാരിറ്റൻ വുമൺ, പ്രത്യേകിച്ച് ആദ്യത്തെ വുമൺ ഇവാഞ്ചലിസ്റ്റ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. കാരണം ആ സ്ത്രീ അങ്ങ് പുറത്തോട്ടിറങ്ങി പട്ടണത്തിൻ്റെ ഒരു 4 സ്ക്വയറിൽ അങ്ങ് ചെന്ന് നിന്ന് ഒരു ഒറ്റ നിലവിളി, ഞാൻ മഷിയെ കണ്ടു എന്ന് പറയാനുള്ള പട്ടണം മൊത്തം യേശുവിൻ്റെ അടുക്കൽ വന്നു. മിണ്ടായിരുന്നത് നടക്കുമോ? ഇനി അടുത്തത് മേരി മാഗ്ദലീൻ. നമുക്കറിയാം യേശുവിൻ്റെ റെസറക്ഷൻ. മേരി കൂടെ വേറൊരു ലേഡി കൂടി ഉണ്ടായിരുന്നു, പറയുന്നത് സ്ത്രീകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പക്ഷേ ഇതാണ് എടുത്തു പറയുന്നത്. ഈ മേരി മാഗ്ദലിനാണ് അപ്പസ്തോലന്മാരോട് പോലും ചെന്ന് ഈ ഉയർപ്പിൻ്റെ വാർത്ത പറയുന്നത്. അപ്പോൾ കർത്താവ് അവിടെ സ്ത്രീയെ ഉപയോഗിച്ചില്ലേ? എന്ത് റെസറക്ഷൻ്റെ ആദ്യത്തെ ന്യൂസ് പോകുന്നത് സ്ത്രീയിലൂടെയാണ്. കർത്താവ് പറയുന്നുണ്ട്, നീ അവരോട് ചെന്ന് പറയാൻ. അതിനൊരു കാരണം കൂടി ഉണ്ട്. സ്ത്രീകളോട് പറഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. വാർത്താവിനിയും നടക്കണമെന്നുണ്ടെങ്കിൽ ആര് വേണം? സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഈ സുവിശേഷം പറയാൻ പറ്റിയവർ, കൂടുതൽ സംസാരിക്കും. ഇപ്പോൾ പത്രോസ് ഈ ശിഷ്യന്മാരാണ് കണ്ടിരുന്നതെങ്കിൽ അവർ കണ്ടിട്ട് കർത്താവിനെ കണ്ടിട്ട് അവർ വീട്ടിൽ പോയിരുന്നേനെ. സ്ത്രീകൾ അങ്ങനെയല്ല, ഓടി എല്ലാവരോടും പറഞ്ഞു, അവർ ഉയർത്തേറ്റ് എഴുന്നേറ്റു, ഇത് എല്ലായിടത്തും ചെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് കേട്ടോ. അപ്പോസ്തലപ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൽ 17-18 വായിക്കുമ്പോൾ അവിടെ പറയുന്നത് പുത്രന്മാരുടെ മേലും, ബാക്കി പറ, പുത്രിമാരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. അപ്പം എന്തിനാ ഈ പുത്രിമാരുടെ മേൽ? ഇപ്പം അവർക്ക് ശുശ്രൂഷയില്ല, ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ എന്തിനാ അവരുടെ മേൽ പകരുന്നത്? ഇനി അവർ പ്രവചിക്കും, രണ്ടുപേരും. ഓക്കെ, അപ്പം ഈ 120 പേര് അവിടെ കയറി ഇരുന്നപ്പോൾ അതിൽ സ്ത്രീകളുണ്ടായിരുന്നു എന്ന് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അല്ലേ? യേശുവിൻ്റെ അമ്മ മറിയ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 120 പേരുടെ മേൽ ഈ തീ വരുമ്പോൾ, പിളർന്നിരിക്കുന്ന നാവുകൾ വരുമ്പോൾ അവരുടെ മേലും ലോക സുവിശേഷീകരണത്തിലുള്ള അഭിഷേകം ഇറങ്ങിയില്ലേ? അപ്പോൾ അത് അതായത് in the last days I will pour out my spirit upon all flesh, meaning male flesh and female flesh. ഇറങ്ങിയില്ലേ? അപ്പം ഇങ്ങനെ നോക്കിയാൽ, ഞാൻ ഇങ്ങനൊരു കഥ കേട്ടിട്ടുണ്ട്, തായ്ലൻഡിൽ സംഭവിച്ചതാണ്. പുറത്ത് പറയണ്ട, നമ്മൾ അറിഞ്ഞു, ചുമ്മാ. ഈ ഒരു പെങ്കുച്ച്, പിയററ്റ് എന്നു പേരുള്ളൊരു പെങ്കുച്ച്, അവൾ കിടപ്പ, വെറുതെ വെജിറ്റബിൾ പോലെ കിടക്കുക. 20 വർഷം മാതാപിതാക്കൾ ഒരു പുല്ലുകൊണ്ടുള്ള പായയിൽ ഇവളെ ചുമന്നുകൊണ്ട് കിടക്കുമായിരുന്നു ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ. 20 വർഷം വെറുതെ വെജിറ്റബിൾ, തളർന്നു കിടക്കുന്ന കുഞ്ഞ്. അങ്ങനെ പലരും ഇപ്പോൾ സെറിബ്രൽ പാൾസിയോ അങ്ങനെയൊക്കെ വരുന്നത് തളർന്നു കിടക്കുന്ന കുഞ്ഞ്. 20 വർഷം, 20 വയസ്സ് വരെ ഈ കൊച്ചിനെ എല്ലായിടത്തും ഇങ്ങനെ പുൽപ്പായയിൽ കൊണ്ടു നടക്കുക. ഒരു ദിവസം അവിടെ ഒരു 10 മീറ്റിംഗ് വന്നു സുവിശേഷത്തിൻ്റെ. അവിടെ കൊണ്ട് ഇതുപോലെ ഇട്ടു. കർത്താവ് അവളെ സൗഖ്യമാക്കി. അവൾ എഴുന്നേറ്റു, ഞരമ്പുകൾ ശക്തമായി, അസ്ഥികൾ ശക്തം. അവൾ എഴുന്നേറ്റ് നിന്നു, തിരിച്ച് വില്ലേജിൽ വന്നു. അവൾ നോർമലായി. ഇവൾ ബൈബിൾ സ്കൂളിൽ പോയി പഠിച്ചു, തിരിച്ച് ഗ്രാമത്തിൽ വന്നു. അവൾ ഒരു ചർച്ച് പ്ലാൻ ചെയ്തു. ചർച്ച് പ്ലാൻ ചെയ്ത് ആ ഗ്രാമവാസികളല്ലേ, ഇത് മിറക്കിളല്ലേ, ഇത് അത്ഭുതപാലികയല്ലേ. ആ ചർച്ച അങ്ങ് വളരാൻ തുടങ്ങി. പക്ഷേ ആ നാട്ടിലെ ഒരു സഭയും ഇവളെ അംഗീകരിച്ചില്ല. കാരണം സ്ത്രീ ആയതുകൊണ്ട്. പക്ഷേ ദൈവം അവളെ അംഗീകരിച്ചു. ഒരു പുരുഷന് സാധിക്കാത്തത് ഇവളിലൂടെ സാധിച്ചു. കാത്തറിൻ കുൾമാനോട് ചിലരൊക്കെ ചെന്ന് ചോദിച്ചു, നിങ്ങൾ സ്ത്രീയല്ലേ, നിങ്ങളുടെ ആരും പറഞ്ഞു വചനത്തിൽ വകുപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം തിരിച്ച് പുള്ളിക്കാരത്തി പറഞ്ഞു, എന്നെ എല്ലാ കർത്താവ് വിളിച്ച ചില പുരുഷന്മാരെ അവരനുസരിക്കാഞ്ഞുകൊണ്ട് അവസാനം ഞാൻ ശുശ്രൂഷിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞതുപോലെ ദൈവം ചിലരെയൊക്കെ അങ്ങ് ഉപയോഗിക്കും. അവിടെ
ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും എൻ്റെ ആത്മാവിനെ പകരും. കർത്താവ് ഒരിക്കലും ചുമ്മാ പകരില്ല. കർത്താവ് ഒരിക്കലും ചുമ്മാ ഒരു കാര്യം ചെയ്യില്ല. ഹി ഹാസ് എ പർപ്പസ് ഫോർ ദാസീസ് ഓൾസോ, ഡോട്ടേഴ്സ് ഓൾസോ. ഇനി യോങ്കിച്ചോടെ ചരിത്രം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഭയാണല്ലോ ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സഭയായിട്ട് അറിയപ്പെട്ടത്. എന്തായിരുന്നു അതിൻ്റെ സീക്രട്ട്? അദ്ദേഹം ഒരിക്കൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അദ്ദേഹത്തോട് പറഞ്ഞു, സ്ത്രീകളെടുത്ത് ട്രെയിൻ ചെയ്യാൻ പറഞ്ഞു. സ്ത്രീകളെടുത്ത് ട്രെയിൻ ചെയ്തു. സ്ത്രീകളെടുത്ത് ട്രെയിനിങ് ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ കുറേ ഡീക്കൻസ് റെസിഗ്നേഷൻ ഇട്ട് പോകണം. പുരുഷന്മാർ ഇപ്പം തന്നെ റെസിഗ്നേഷൻ ഇട്ടു. ഞങ്ങൾക്ക് പറ്റില്ല, കാരണം ഇത് അശുദ്ധോപദേശമാണ്. അസംബ്ലി ഓഫ് ഗോഡിൻ്റെ ചർച്ച ഇട്ടിട്ട് പോയി. പക്ഷേ ഈ സ്ത്രീകളെ ട്രെയിൻ ചെയ്ത് പക്ഷേ ഈ പറഞ്ഞ പോലെ തെറ്റായ ഉപദേശങ്ങളൊക്കെ പഠിപ്പിക്കുന്നൊരു ട്രെൻഡ്, കാരണം എല്ലാം ഒന്നും ഗ്രഹിക്കില്ലല്ലോ. അപ്പോൾ ഈ അതുപോലെ തന്നെ ഈ തിമോത്തിയോസിൻ്റെ ആ ലേഖനത്തിൽ നമ്മൾ വായിച്ച ആ ഭാഗത്തൊരു മെയിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്കാർക്കും ഈ വചനനിശ്ചയമില്ല, വിദ്യാഭ്യാസവും ഇല്ല പല സ്ത്രീകൾക്ക്. അതുകൊണ്ടാണ് അധികവും ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇന്നതല്ലല്ലോ. അതെ, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വിലക്കിയിരുന്ന കാലഘട്ടമാണ്. എന്നിട്ട് കേട്ടോ, ഈ ഡീക്കൻസ് എല്ലാം പോയി. അപ്പോൾ യോങ്കിച്ചോ മെസ്സേജ് പ്രിപ്പയർ ചെയ്യും, ഇവരെ പഠിപ്പിക്കും. ഇപ്പോൾ പഠിപ്പിച്ച് സ്ത്രീകൾ പഠിപ്പിച്ചത് എന്താണെന്നറിയാമോ? ട്രിനിറ്റിയെക്കുറിച്ചൊക്കെ എല്ലാ ക്ലാസ്സൊക്കെ എടുത്ത് നോട്ട്സൊക്കെ കൊടുത്തു അവിടെ ചെന്ന് പഠിപ്പിച്ചത് ഒറ്റ ദൈവമേ ഉള്ളൂ നമുക്ക്, പക്ഷെ 3 തലയുണ്ടെന്ന് പറഞ്ഞു. സ്ത്രീകൾ പഠിപ്പിച്ച ഇതും കൂടി കേട്ടതോടെ ചർച്ചയിൽ അവിടെ ഭയങ്കര വിഷയമായി. അപ്പോൾ ഒന്നുകൂടെ ട്രെയിൻ ചെയ്തു, നിങ്ങൾ തെറ്റായത് പഠിപ്പിക്കരുത്, ഞാനെന്ത് പഠിപ്പിച്ചാൽ അത് തന്നെ പഠിപ്പിക്കണം. അങ്ങനെ വന്നു. ഇവർ സെൽ ഗ്രൂപ്പുകൾ എടുക്കാൻ തുടങ്ങി, പ്രെയർ സെല്ലുകൾ ചെയ്യാൻ തുടങ്ങി. 80% പാസ്റ്റൽ കെയർ അവർ ചെയ്യാൻ തുടങ്ങി. സ്ത്രീകൾക്കൊരു പ്രത്യേകതയുള്ളത്, അവർക്കൊരു മദർലി ഹാർട്ടുണ്ട്. അതാണ് കെയറിങ് ഹാർട്ട്. ഇടയപരിപാലന ശുശ്രൂഷയിൽ ഏറ്റവും പ്രയോജനപ്പെടുന്നത് കെയറിങ് ഹാർട്ടാണ്, ഒരമ്മയുടെ ഹൃദയം. ഇത് യോങ്കിച്ചോ തിരിച്ചറിഞ്ഞു. ചർച്ച് വളരാൻ തുടങ്ങി, ലക്ഷങ്ങളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഈ ഡീക്കൻസ് എല്ലാം തിരിച്ചു വന്നു. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സഭ എന്നറിയപ്പെട്ട യോയിഡോ ഫുൾ ഗോസ്പൽ ചർച്ചിൻ്റെ ഗ്രോത്തിൻ്റെ രഹസ്യം എന്തായിരുന്നു? സ്ത്രീകളുടെ ശുശ്രൂഷയെ അദ്ദേഹം അംഗീകരിച്ചു, പ്രൊമോട്ട് ചെയ്തു. അതുകൊണ്ട് ഒരു വലിയ ചർച്ചയായി മാറി. അപ്പോൾ ഞാൻ തിരിച്ചു ചിന്തിക്കുകയാണ്, ഈ അടക്കി വച്ചിരിക്കുന്ന, മിണ്ടാതെ സിപ്പിട്ട് വച്ചിരിക്കുന്ന സ്ത്രീകൾക്ക് ട്രെയിനിങ് കൊടുത്ത് എല്ലാ സഭകളും ഒന്ന് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇതുപോലത്തെ അനേക മെഗാ ചർച്ചകൾ വരില്ലായിരുന്നു. സംഭവിച്ചെന്താണ്? 80% പാസ്റ്റൽ കെയർ സഭകൾ നടക്കാതെ പോകുന്നു. ബാക്കിയുള്ള പുരുഷന്മാർ മാത്രമേ ചെയ്യുന്നു. കൃപയുള്ള, കഴിവുള്ള, വിളിയുള്ള, അഭിഷേകമുള്ള, പ്രാർത്ഥനാ ജീവിതമുള്ള, ഒത്തിരി കൃപാവരങ്ങളുള്ള ഒത്തിരി സ്ത്രീകൾ. ഇതാരുടെ പണിയായിരിക്കും? ക്ഷമാസിസ്റ്റർ എന്ത് തോന്നുന്നു? ഇത് ആരുടെ വിദ്യ ആയിരിക്കും? ഇത് അല്ല, ഇത്രയും ദൈവം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൂടെ ഞാൻ കയറാൻ പോകുന്നുള്ളൂ. ഉപയോഗിച്ചെങ്കിൽ ദൈവം ഉപയോഗിച്ചെങ്കിൽ, യേശു ഉപയോഗിച്ചെങ്കിൽ ഇപ്പം ഈ സഭകൾ നടക്കുന്നത് ആരുടെ പണിയായിരിക്കും? ധൈര്യം ഉണ്ടെങ്കിൽ ഇത് ആക്ച്വലി അതിൻ്റെ ആരുടെ പണിയായിരിക്കും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഷെപ്പേർഡ് സ്റ്റാഫ് എന്നുള്ള റാൽഫ് മഹോണി അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതാണ്. ലോക ജനസംഖ്യയുടെ ഏതാണ്ട് പകുതിയിലധികം, അതായത് വേണമെങ്കിൽ 2/3 എന്ന് വേണമെങ്കിൽ പറയാം, 2/3 ഭാഗത്തിനടുത്തേക്ക് പകുതിയിലധികം വരുന്നത് വിമൻ ഫ്ലോക്കാണ്, ഈ സ്ത്രീ ജനങ്ങളാണ്. പക്ഷേ ആ ഒരു ജനത്തെ മിണ്ടാതെ ആക്കി കഴിയുമ്പോൾ സത്യത്തിൽ ഒരു വലിയ, അതായത് ആ 2/3 ഭാഗവും എന്താ പറയാ, ഇല്ലാതെയായി പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തികച്ചും അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ ഇത് തികച്ചും സാത്താൻ നേരിട്ട് നടപ്പാക്കുന്ന അവന്റെ ഒരു ക്രിയയാണ്, പ്രവൃത്തിയാണ്, ആലോചനയാണ്, പദ്ധതിയാണ്. നേരിട്ട് പറഞ്ഞില്ല, റാൽഫ് മഹോണിയുടെ പേരിലങ്ങ് അവതരിപ്പിച്ചെന്നേ ഉള്ളൂ. നേരിട്ട് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുമല്ലോ അതായത് സാത്താനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ റാൽഫ് മഹോണി പറഞ്ഞത് നിങ്ങൾ അവതരിപ്പിച്ചതാണ്. കുഴപ്പമില്ല, സംഭവം നടന്നു. ചുമ്മാ അല്ല, തികച്ചും അതുകൊണ്ട് സഭാ നേതാക്കന്മാരും സഭകളും തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു വിഭാഗത്തെ നമ്മൾ മാറ്റി നിർത്തുമ്പോൾ നാം അറിഞ്ഞോ അറിയാതെയോ പിശാചിന്റെ പദ്ധതിക്ക് കുടപിടിച്ചു കൊടുക്കുകയാണ്. സങ്കടമുണ്ട്, അങ്ങനെ ആയിപ്പോയി. ഇനിയെങ്കിലും എന്തിനീ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്? ഒരു പോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുമല്ല, ഇതൊരു തിരുത്തൽ ശക്തിയായി മാറിയാൽ എൻ്റെ പ്രാർത്ഥന പരിശുദ്ധാത്മാവ്
ഈ പോഡ്കാസ്റ്റ് അനേകരുടെ കണ്ണു തുറപ്പിക്കാൻ ഒരു തിരുത്തൽ ശക്തിയായി ഉപയോഗിച്ചാൽ, ഒരു കോഴ്സ് കറക്ഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ഉള്ളിൽ ആഗ്രഹിക്കുകയാണ്. അതല്ലാതെ വേറെ ജോലിയില്ലാഞ്ഞിട്ടല്ല. നമുക്ക് വേറെയും പല ശുശ്രൂഷകളുണ്ട്. പക്ഷേ ഇത് സ്പെഷ്യലായി നമ്മളിങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം, വേറെ പലതും എടുത്ത് സംസാരിക്കാം. പക്ഷേ ഈ ഒരു സീസണിൽ എനിക്ക് തോന്നുന്നു ഒത്തിരി വേണോ വേണ്ടേ ഒത്തിരി പ്രാവശ്യം അനേക ആഴ്ചകൾ ചിന്തിച്ചു. എന്നിട്ടാണ് നമ്മളിതിനെ ഒരു ഉത്തരത്തിലേക്ക് ഇതിലോട്ട് വന്നത്. ധൈര്യം സംഭരിച്ച് ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ എപ്പോൾ പറയും, ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ആര് പറയും, ആരെങ്കിലുമൊക്കെ പറയണ്ടേ. ഒരു ചോദ്യം കൂടെ ചോദിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഈ ചേർച്ച് ലീഡേഴ്സും സത്യത്തിൽ സ്ത്രീകളെ ശുശ്രൂഷയിലേക്ക് മുന്നിലേക്ക് കൊണ്ടുവരാതിരിക്കാനുള്ള ഒത്തിരി കാരണങ്ങളും എസ്പെഷ്യലി ചാലഞ്ചസ്, വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികളെ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറ ബുദ്ധിമുട്ടല്ല. അതിന് ഈ നമ്മുടെ എന്താ പറയുക, സദൃശവാക്യത്തിൽ ഒരു വചനമുണ്ട്, കാളകളില്ലാത്തടത്ത് തൊഴുത്ത് വൃത്തിയായി കിടക്കും, പക്ഷെ കാളകളെ കൊണ്ടോ ആദായമുണ്ട്. ഇതില്ലെങ്കിൽ ഭയങ്കര അല്ല, ആദായം വേണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ നല്ല ഗ്ലാസ് ഒക്കെ ഇട്ട് തുടച്ച് നല്ലൊരു തൊഴുത്ത് ഉണ്ടാക്കി വെക്കുക. ഇതാണ് തൊഴുത്ത്. അല്ല, കാളയും വേണ്ട, പാലും വേണ്ട. അല്ല, കാളക്ക് പാലില്ലല്ലേ, കാളയുടെ വൈഫിനുണ്ടല്ലോ പശു. ആദായമുണ്ട്. അത് എന്ന് പറഞ്ഞ പോലെ അതിനകത്തൊരു റിസ്ക് ഫാക്ടർ ഉണ്ട്. ആ റിസ്ക് എടുക്കാൻ പറ്റാത്തതാണ് ഒരു പരിധി വരെ ആളുകളെ ബാക്കിലോട്ടാക്കുന്നത്. ഒന്ന്. രണ്ട്, ഈ ശുശ്രൂഷയിലേക്ക് വരേണ്ട സ്ത്രീകൾ അനുവർത്തിക്കപ്പെടേണ്ട പാലിക്കേണ്ട ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർ ആക്കി തീർക്കേണ്ട, അല്ലെങ്കിൽ എന്താ പറയാ, ചില മാർഗങ്ങളും രീതികളും ഒക്കെ അവലംബിക്കാനുണ്ട്. അപ്പൊ അതിനകത്തുള്ള അറിവില്ലായ്മ കൊണ്ട് സ്ത്രീകളിൽ പല ആളുകളും പെട്ടെന്ന് നേരത്തെ പറഞ്ഞ പോലെ ഇമോഷണലി ഒക്കെ തളർന്നു പോകുന്നവരും തെറ്റിപ്പോകുന്നവരൊക്കെയാണ്. അപ്പൊ പാസ്റ്ററിന് ഇത്തരത്തിൽ ശുശ്രൂഷയിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്ന, പഠിപ്പിക്കാനും അതുപോലെ തന്നെ പ്രസംഗിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ഒരു പ്രായോഗികമായിട്ട് പറയാൻ സാധിക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും അതിലോട്ട് വരാം. അതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന 1-2 കാര്യം ഒന്ന് ഫിനിഷ് ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്കൊന്ന്. കാരണം ഇത് ഒന്നുകൂടി എടുത്ത് ചോദിക്കണം വിട്ടുപോയാൽ. കാരണം ഈ പുതിയ നിയമത്തിൽ ദൈവം ഉപയോഗിക്കുന്ന ചില സ്ത്രീകളുടെ ഒരു ലിസ്റ്റിൻ്റെ ഒരു ചെറിയൊരു പീസ് കൂടെ ഞാൻ കൊടുത്തോട്ടെ. ഇപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ, ന്യൂ ടെസ്റ്റമെൻറ്റിലേക്ക് വരുമ്പോൾ ലിഡിയ നമ്മൾ കാണുന്നു. യൂറോപ്പിലോട്ട് സുവിശേഷത്തിൻ്റെ വാതിൽ തുറന്നൊരു സ്ത്രീയിലൂടെയാണ്. അപ്പോൾ പൗലോസും കൂടെയുള്ള അപ്പോസ്തലന്മാരൊക്കെ ചെല്ലുന്ന സമയത്ത് ലിഡിയയാണ് ഒന്ന് കർത്താവുള്ള ഹൃദയം തുറന്നു, അവളുള്ള വീട് തുറന്നു. അങ്ങനെയാണ് അവിടെ ചർച്ച ഉണ്ടാകുന്നത് യൂറോപ്പിലോട്ട്. അടുത്തത് നമ്മൾ എനിക്ക് തോന്നുന്നു അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വരുമ്പോൾ ഫിലിപ്പോസിനെ അറിയാമല്ലോ. ആദ്യം അദ്ദേഹം ഡീക്കനായിരുന്നു, പിന്നെ ഒരു ഇവാഞ്ചലിസ്റ്റായി സിറ്റി വൈഡ് ക്രൂസേഡ് നടത്തി. അദ്ദേഹത്തിനാണ് സ്പിരിച്വൽ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉണ്ടായത്. അദ്ദേഹം ഒരു ഭയങ്കര മനുഷ്യൻ. അദ്ദേഹത്തിന് 4 പെൺപിള്ളേരായിരുന്നു, 4 പ്രവാചകിമാരായിരുന്നു. വായിച്ചിട്ടില്ലേ? ഉണ്ട്. ഇനി റോമാലേഖനം 16 എടുത്തു കഴിഞ്ഞാൽ പൗലോസ് എടുത്തു പറയുന്ന സ്ത്രീകൾ, സഭയ്ക്കകത്ത് ദൈവം ഉപയോഗിച്ച വിവിധ നിലകളിൽ, പ്രീച്ചിങ് മാത്രമല്ല, ഉപയോഗിച്ച സ്ത്രീകൾ. ഫേബ, കെങ്ക്രേയ സഭയിലൊരു ശുശ്രൂഷക്കാരിയായിരുന്നു. പ്രിസില്ല അറിയാലോ. മേരി, ജൂനിയെ ഈവൻ ആദ്യത്തെ വുമൺ അപ്പോസ്റ്റലായിട്ട് വരെ പറയുന്നു. കാരണം അപ്പോസ്തലന്മാരുടെയിൽ പേര് കേട്ടവളായിരുന്നു. അടുത്തത് ട്രൈഫീന, ട്രൈഫോസ, പെർസിസ് അറിയാലോ. സൈമൺ, അതായത് കുറേനക്കാരനായ സൈമണിൻ്റെ ഭാര്യ, കുരിശു വരുന്ന ആളുടെ ഭാര്യ. എല്ലാവർക്കും അമ്മയാണ്, എനിക്കും അമ്മയാണെന്ന് പറഞ്ഞു. 2 മക്കളെ, റൂഫോസിന് അലക്സാണ്ടറൊക്കെ കർത്താവ് ഉയർത്തിയത്. ജൂലിയ, ദ നേരിയൂസ് സിസ്റ്റർ, യോഡി ആൻഡ് സിൻഡിക്കി. അതായത് ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിൽ 2 സ്ത്രീകളുടെ കാര്യം പറഞ്ഞു. ആ സ്ത്രീകളുടെ ശുശ്രൂഷക്കാരിയായിരുന്നു. അതുപോലെ യോഹന്നാൻ്റെ 2-ാം ലേഖനത്തിൽ ദ എലക്ട് ചോസൻ ലേഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സഭയ്ക്കകത്തുള്ള അതെ, നിംഫ, ലോയിസ് ആൻഡ് യൂനിസ് എന്ന് പറഞ്ഞാൽ തിമോത്തിയസിൻ്റെ അമ്മയും തബീത. ഇങ്ങനെ എടുത്താൽ എത്രയോ സ്ത്രീകളെ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചതിൻ്റെ ചരിത്രം ബൈബിളിൽ തന്നെ കിടക്കുന്നു. ആ സമയത്താണ് ഈ 2 പീസ് എടുത്തുകൊണ്ട് ആരും മിണ്ടരുത്. നേരത്തെ ഷമാ സിസ്റ്റർ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു റീസൺ, ഈ പൊല്ലാപ്പ് പിടിക്കാൻ പോകണ്ട. സ്ത്രീകളെ ശുശ്രൂഷയിലേക്ക് ഇറക്കിയാൽ പല വെല്ലുവിളികളുണ്ടാവും. ഒന്ന്, പറഞ്ഞോട്ടെ, സ്ത്രീകൾ പിണങ്ങരുത്,
സ്ത്രീകൾ തമ്മിൽ കലവില കൂടും, അതെ, പ്രശ്നങ്ങളുണ്ടാവും. സ്ത്രീകൾ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. അതായത് ക്യാരക്ടർ ഇഷ്യൂ, ഇമ്മച്യൂരിറ്റി, ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലായ്മ, മൂഡ് സ്വിങ്സ്, ഇതെല്ലാം വരും. പിന്നെ ടീച്ചിങ്സ് ഈ പറഞ്ഞ പോലെ മാറ്റിയൊക്കെ പഠിപ്പിക്കും. അതിൻ്റെ അർത്ഥം ഭയങ്കരമായ ട്രെയിനിങ്ങും കോച്ചിങ്ങും എല്ലാം കൊടുക്കേണ്ടി വരും. അതാണ് യോങ്കിച്ചോ ചെയ്തത്. അദ്ദേഹത്തിന് അതിനുള്ള സഹിഷ്ണുത ഉണ്ടായിരുന്നു. ഭയങ്കരമായി പോർ ഔട്ട് ചെയ്തു, ടീച്ചിങ്സ് കൊടുത്തു, ട്രെയിനിങ്ങിലൂടെ റെഡിയാക്കി എടുത്തതോടുകൂടെ ചർച്ച വളർന്നു. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലേക്ക് വരാൻ പോവാം. ക്ഷമാ സിസ്റ്റർ ചോദിച്ചു, ഒന്നുകൂടി ചോദിക്കാൻ മറന്നുപോയോ? ഇല്ല, ഒന്ന് ചോദിച്ചു. അതായത് ഈ പ്രസംഗിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അതുപോലെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ള ചില ആളുകളൊക്കെ ഇത് കാണുന്നുണ്ടായിരിക്കും. പക്ഷെ ആ ശുശ്രൂഷ അനേക ദീർഘനാളുകളിലേക്ക്, ഞാൻ ആ വാക്ക് ഉപയോഗിച്ചില്ല, ദീർഘനാളുകളിലേക്ക് നീണ്ടുപോകുന്ന തരത്തിൽ വീണുപോകാതെ ആ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകാനായിട്ട് സ്ത്രീകൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന പ്രായോഗികമായ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? അനുഭവത്തിൽ നിന്നും അല്ലാതെ എല്ലാം കൂടി ചേർത്ത് പറയുകയാണ്. ഒന്ന്, ഇവർക്ക് വിളിയുണ്ടോ എന്ന് നോക്കണം. ദൈവത്താൽ വിളിക്കപ്പെട്ടതാണോ ചോദിക്കും. രണ്ട്, ഗിഫ്റ്റഡ് ആണോ നോക്കുക. ദൈവത്തിൻ്റെ ഗിഫ്റ്റിങ്സ് എല്ലാവർക്കും ഉണ്ട്, നോക്കണം. ഈസ് ഷീ ബിബ്ലിക്കലി സൗണ്ട്? ദൈവവചനം നന്നായി മനസ്സിലാക്കി പെട്ടെന്ന് പിശാച് വളച്ചൊടിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ആ സൗണ്ട്നെസ് ഉണ്ടോ എന്ന് ചോദിക്കുക. വളരെ പ്രധാനപ്പെട്ട, ഈസ് ഷീ അണ്ടർ സ്പിരിച്വൽ കവറിങ്? ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചില സ്ത്രീകൾ എനിക്കറിയാം, വീടാന്തരം കയറി ഇറങ്ങി, ഞാനൊരു പ്രവാചകിയാണ്, ഞാൻ പ്രാർത്ഥനക്കാരിയാണ്, എനിക്ക് ഹീലിംഗ് മിനിസ്ട്രി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പല വീടുകളിലും കയറി ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും അവിടുത്തെ വിശേഷം ഇങ്ങോട്ട് പറഞ്ഞ്, ഇവിടുത്തെ വിശേഷം അങ്ങോട്ട് പറഞ്ഞ ജനങ്ങളെ പിരിച്ച് കുടുംബങ്ങളെ തകർത്ത് പിശാചായുധമാക്കി മാറ്റുന്ന സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ സഭയ്ക്കകത്തുണ്ടായിട്ടുണ്ട്. ചില മീറ്റിങ്സിലൊക്കെ ചിലപ്പോൾ ഒരു കോൺഫറൻസോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു വലിയ മീറ്റിംഗ് നടക്കുമ്പോൾ ചില വീടുകളിൽ അക്കോമഡേഷൻ കൊടുക്കും. ആ വീടുകൾക്കകത്ത് ഉള്ള സ്ത്രീകളോട് ഇവർ പ്രവചിക്കാൻ തുടങ്ങും. പ്രവചിച്ച് അവർ വീടായിട്ടുള്ള പലതും പ്രവചിച്ച് അവർ ചർച്ചയിൽ നിന്നും പോയി, ആർക്കും കീഴ്പ്പെടാതെ അവർ വേറെ വഴിക്ക് പോയി നഷ്ടപ്പെട്ടു പോകും. എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഇത് വരാത്ത രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കണം. അതിനെന്ത് ചെയ്യണം? വ്യക്തമായും ശക്തമായും നമ്മൾ പഠിപ്പിക്കണം. അതുപോലെ ഈസ് ദ ചേർച്ച് ലീഡർഷിപ്പ് സ്ട്രക്ചർ ക്ലിയർ ടു ഹെർ? ഒരു ദൈവമാക്കി വെച്ച ഒരു ദൈവദാസൻ അല്ലെങ്കിൽ ഉണ്ടായിരിക്കും, അതിനനുസരിച്ചുള്ള സ്ട്രക്ചർ ഉണ്ടായിരിക്കും. അതിന് കീഴ്പ്പെട്ടിരിക്കുന്നവളാണോ? ഈസ് ദർ ഹ്യൂമിലിറ്റി ആൻഡ് സബ്മിഷൻ? അകത്തൊരു താഴ്മയും വിധേയത്വവും ഉണ്ടോ? ഇതൊക്കെയാണെങ്കിൽ ശരിയായ രീതിയിൽ ട്രെയിനിങ് കൊടുത്ത്, ആഴ്ചതോറുമോ വേണ്ടത്ര ട്രെയിനിങ് കൊടുത്ത് ഒരുക്കിയെടുത്താൽ തീർച്ചയായും പരിശുദ്ധാത്മാവിന് സഹോദരിമാരെ ഒത്തിരി ഉപയോഗിക്കാൻ കഴിയും. പലപ്പോഴും പുരുഷന്മാരെക്കാൾ കൂടുതൽ ഉപയോഗിക്കാൻ സാധിക്കും. ഈ എനിക്കൊരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് സ്ത്രീകളെ ശുശ്രൂഷയിലാക്കുക എന്ന് പറയുന്നത്. ഒരു കഴിഞ്ഞ 32 വർഷത്തോളമായി ഇപ്പം മിനിസ്ട്രിയിൽ ആയിട്ട്, ഇത്രയും വർഷക്കാല ഇടയ്ക്കുള്ളിൽ സ്ത്രീകൾ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നപ്പോൾ ലഭിച്ചിട്ടുള്ള നന്മകളും അനുഗ്രഹങ്ങളും ഒരു പാസ്റ്റർ എന്ന നിലയിൽ പങ്കുവയ്ക്കാമോ? അതുപോലെ തന്നെ ഇവരെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നേരിട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വന്നിട്ടുള്ള വെല്ലുവിളികൾ ഏതൊക്കെയാണെന്ന് കൂടെ ഒന്ന് പങ്കുവെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ശുശ്രൂഷക്കാരായിട്ടുള്ള ചില ആളുകൾ, മറ്റു പാസ്റ്റേഴ്സ് ഇത് കാണുകയാണെങ്കിൽ അവർക്ക് ചില ഉത്തരങ്ങൾ ഇതിലൂടെ ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇത് വേണോ ക്ഷമ? പരസ്യമായിട്ട് അതൊക്കെ പറയണോ? എവിടെ തുടങ്ങണമെന്ന് ഞാൻ പറയാം. എൻ്റെ ചെറുപ്പകാലത്ത് എന്നെ സ്ത്രീ വിരോധി എന്ന് അറിയപ്പെട്ടിരുന്നു. എന്തോ സ്ത്രീകൾ എനിക്കിഷ്ടമല്ലായിരുന്നു. ഐ എം റിയലി സോറി, മാപ്പ് ചോദിക്കുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ നേച്ചർ. എന്തുകൊണ്ടാണ് നീ എങ്ങനെയോ അങ്ങനെ ഒരു ബിലീഫ് സിസ്റ്റം എൻ്റെ അകത്ത് കയറി. അതെ, കൂടെ പഠിച്ചിട്ടുള്ള പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഐ ഡോണ്ട് നോ ദ റീസൺ. ആണോ? പല പെൺകുട്ടികളെയും ഞാൻ കണ്ടപ്പോൾ അവരൊക്കെ പറഞ്ഞു, ഞങ്ങളോടൊന്നും മിണ്ടത്ത് പോലും ഇല്ലായിരുന്നു ഡാമി എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ദൈവമേ, ക്ഷമ എങ്ങനെ അറിഞ്ഞു? ചാരന്മാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എനിവേ, അങ്ങനെയാണ് ഞാനും കേട്ടിരിക്കുന്നത്. സ്ത്രീ വിരോധി എന്ന് തന്നെ അറിയപ്പെട്ടിരുന്നു. എന്തോ എനിക്ക് വെറുപ്പായിരുന്നു സ്ത്രീകളെ. എന്നാൽ എന്നെ ദൈവം, എൻ്റെ ചിന്താഗതികൾ ദൈവം മാറ്റിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ വചന പഠനത്തിലൂടെയാണ്.
വചനം പഠിക്കാൻ തുടങ്ങിയപ്പോൾ യേശു സ്ത്രീകളെ വുമൺഹുഡിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നു. കല്ലെറിയപ്പെടേണ്ട സ്ത്രീയുടെ കൂടെ എന്ന് വെച്ചാൽ സമൂഹത്തിൽ അതുപോലെ വെറുക്കപ്പെട്ടൊരു സ്ത്രീക്ക് വേണ്ടി ഡിഫൻഡറായിട്ട് യേശു നിൽക്കുന്നു. പിന്നെ മാതൃത്വം, മദർഹുഡിനെ കുറിച്ചൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നൊരു സ്ത്രീയിലൂടെയാണ്. ദൈവം ഉപയോഗിക്കുന്നത്, ചാനലായിട്ട് ഉപയോഗിക്കുന്നൊരു സ്ത്രീയാണ്. ഇങ്ങനെ എൻ്റെ ഉള്ളിൽ കാഴ്ചപ്പാടുകൾ മാറാൻ തുടങ്ങി. അങ്ങനെ വിവാഹത്തിന് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവേ, എന്നോടൊപ്പം ശുശ്രൂഷിക്കുന്നൊരു പെൺകുട്ടി എനിക്ക് വേണം. അപ്പോൾ സാധാരണ ചിലർ എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ട്, അടക്കമൊതുക്കമുള്ള മിണ്ടാതിരിക്കുന്നൊരു പെണ്ണിനെ കിട്ടിയാൽ മതി, പാസ്റ്റർ പ്രാർത്ഥിക്കും. എനിക്ക് അങ്ങനത്തെ പെണ്ണിനെ മതി. പക്ഷെ ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ കർത്താവിനോട് പറഞ്ഞത് ശുശ്രൂഷിക്കുന്ന, എന്നോടൊപ്പം നിൽക്കുന്ന ഒരു പെൺകുട്ടി എനിക്ക് വേണം. അങ്ങനെ തന്നെ പ്രാർത്ഥിച്ച്, എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. അതാണ് ഇരിക്കുന്നത്. അതിനുശേഷം വിവാഹത്തിന് ശേഷം പിന്നെ വരുന്നത് സംഭവം എന്താണെന്നറിയാമോ? വിവാഹത്തിന് ശേഷം ഉണ്ടായത് ആളുകളൊക്കെ രക്ഷിക്കപ്പെടാൻ തുടങ്ങി, പുരുഷന്മാർ സ്ത്രീകൾ രക്ഷിക്കപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഒരു ദൈവം അഭിഷേകം ചെയ്തിട്ടുള്ള വിളിയുള്ള ഒരാൾ ലൈഫ് പാർട്ട്ണർ ആയിരിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായി കാര്യങ്ങൾ നടത്താൻ. അല്ലെങ്കിൽ സ്ത്രീകളുടെ ശുശ്രൂഷയിലേക്ക് എനിക്ക് ലിമിറ്റേഷനുണ്ട്. അപ്പോൾ ശുശ്രൂഷയുള്ള ഒരാൾ കൂടെ ഉള്ളപ്പോൾ അത് എളുപ്പമായി. എങ്കിലും ശുശ്രൂഷയിൽ ക്ഷമ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ പല സഹോദരിമാരുടെ ഇമ്മച്യൂരിറ്റി നിമിത്തം പ്രശ്നങ്ങളുണ്ടാക്കുക, സ്ത്രീകളുടെ കുടുംബ പ്രശ്നങ്ങൾ സഭാ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരിക, സഭയിലെ പ്രശ്നങ്ങൾ കുടുംബത്തിലേക്ക് കൊണ്ടുപോവുക, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ആവശ്യമില്ലാതെ പ്രവചിക്കുക, അതുപോലെ അതും സ്വപ്നം കാണുന്നതും വെളിപ്പാട് കാണുന്നതും എല്ലാം വിളിച്ചു പറയുക, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പൊല്ലാപ്പുകൾ, മൊറാലിറ്റി, ധാർമ്മിക വിഷയങ്ങളിൽ പരാജയരാവുക, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. അതിൽ ചില സമയത്തൊക്കെ മനസ്സൊത്തിരി പിടഞ്ഞിട്ടുമുണ്ട്. കാരണം ഭയങ്കരമായി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വളർത്തിയെടുക്കുന്ന ചിലരൊക്കെ മത്സരിക്കുകയും ക്രുദ്ധിക്കുകയും പിന്നെ ഈ അസൂയ, പിണക്കം, അങ്ങനെയുള്ള ബാക്കി ലിസ്റ്റിലുള്ളതെല്ലാം സ്ത്രീകളായതുകൊണ്ട് ഇതെല്ലാം പുറത്തു വരാം. എന്നാൽ അതിനപ്പുറത്താണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. പ്ലസ് ഇത് കേൾക്കുന്ന എല്ലാവരോടും, സഭാ ശുശ്രൂഷകരോടൊക്കെ പറയാനുള്ളത്, വി നീഡ് എ ലോട്ട് ഓഫ് പേഷ്യൻസ്. കർത്താവ് കാണിക്കുന്ന പോലെ ദീർഘക്ഷമ കാണിച്ച് ട്രെയിൻ ദം അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. വചനം കൊടുത്ത് ശരിയാക്കിയെടുത്താൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് പുരുഷന്മാരെക്കാളധികം സ്ത്രീകൾ, എല്ലാ കേസിലും അല്ല, പ്രയോജനപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ പാസ്റ്റർ കെയർ മിനിസ്ട്രിയിലും സഹോദരിമാരെ കർത്താവ് ഒത്തിരി ഉപയോഗിച്ചിട്ടുണ്ട്. ഈവൻ നൗ നമ്മുടെ സഭകളിൽ ദൈവം, എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം, നമ്മുടെ പല ദൈവദാസന്മാരും കുടുംബമായിട്ടാണ് ശുശ്രൂഷിക്കുന്നത്. നമ്മുടെ സാറ്റലൈറ്റ് ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ ഒരുമിച്ച് ഒരു സ്റ്റേജിൽ നിൽക്കുകയും ഈവൻ കുട്ടികളും ഒരുമിച്ച് ഞങ്ങൾ നിൽക്കുന്നതുകൊണ്ടാകാം അങ്ങനെ നിൽക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. പിന്നെ ഒത്തിരി പേര് എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചർച്ചിൽ മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേയിൽ മാത്രമല്ല, ഇത് കണ്ട് എൻകറേജ്ഡ് ആയിട്ട് പലരും എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ രണ്ടുപേരും ശുശ്രൂഷിക്കുന്നത് പോലെ ഞങ്ങളും ഇപ്പോൾ അങ്ങനെയാണ് ശുശ്രൂഷിക്കുന്നത്. അത് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും. അതെല്ലാം കേൾക്കുമ്പോൾ നമുക്കൊരു കുളിർമയാണ്. നമ്മൾ ആ ഒരു പെയിൻ എടുത്തതും ഒത്തിരി പെയിൻ എടുത്താണ് നമ്മളിങ്ങനെ ഒരുമിച്ച് നിൽക്കാനിടയായത്. കാരണം ഒത്തിരി പുറത്തുനിന്നും അകത്തുനിന്നും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. കൺക്ലൂഷൻ, റെസിസ്റ്റൻസ് വരാം. എന്നാൽ നമുക്ക് ദൈവം അവരിൽ വെച്ചിരിക്കുന്ന വിളി, നമ്മൾ ആൻസറബിളാണ് അല്ലേ, നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന അവരെ. ഇപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ യേശുവിൻ്റെ ടീമിൽ സ്ത്രീകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് ചിലരൊക്കെ ഹൈ ലെവലായിരുന്നു എന്ന് പറഞ്ഞാൽ കൊട്ടാരത്തിൽ, പാലസിൽ വലിയ ഹൈലി പ്ലേസ്ഡ് ആയിട്ടുള്ളവരുടെ ഭാര്യമാരുണ്ടായിരുന്നു, വളരെ ധനാഢ്യന്മാരുണ്ടായിരുന്നു. അവർ ഫണ്ട് ഇതിലേക്ക് ഇടുമായിരുന്നു യേശുവിൻ്റെ മിനിസ്ട്രിയിലേക്ക്. ഇത് ഈ രീതിയിലാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ സ്ത്രീകളുടെ, എനിക്ക് തോന്നുന്നു ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കുഴപ്പമുണ്ടോ? സമയമുണ്ടോ? കട്ട് ചെയ്തിട്ട് പോരുത്. ദിസ് ഈസ് ദ ലാസ്റ്റ്. ഇത് ബോണസാണ്. ഇതൊരു ബോണസ് സെഗ്മെൻറ്റാണ്. കാരണം ഇത് പ്രത്യേകിച്ച് സ്ത്രീകൾ ഇതറിയണം, പുരുഷന്മാരെ അറിയുന്നതിലും തെറ്റില്ല. അതായത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സാധനമാണ് ദ പവർ ഓഫ് വുമൺഹുഡ്. ഇങ്ങനെ ഒരു ടീച്ചിങ് ഞാൻ ചെയ്യാറുണ്ട് സാധാരണ. എന്താണ് പവർ ഓഫ് വുമൺഹുഡ്? എഴുതിയെടുക്കുന്നത് നല്ലതാണ്. എഴുതിയെടുക്കുന്നവർ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടണം. നമ്പർ 1, വിമൻ ആസ് ഇമേജ് ബെയറേഴ്സ് ഓഫ് ഗോഡ്. പുരുഷനും സ്ത്രീയും ഒരുമിച്ചാണ് ദൈവത്തിൻ്റെ സ്വരൂപം വഹിക്കുന്നത്.
സ്ത്രീയിലും ദൈവത്തിൻ്റെ സ്വരൂപമുണ്ട്. യെസ്. അവരൊരുമിച്ചാണ് ദൈവത്തിൻ്റെ ഇമേജ്. അതായത് ഉൽപ്പത്തി പുസ്തകം 1:27. നമ്പർ 2 2:18 ജനസിസ് 2:18 വിമൻ ആസ് എ ഡിവൈൻ ഹെൽപ്പ് ആൻഡ് കമ്പാനിയൻ. സ്ത്രീകളെ ദൈവം അങ്ങനെ ഒരു ഹെൽപ്പ് ആൻഡ് കമ്പാനിയനായിട്ടാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. നമ്പർ 3 വിമൻ ഇൻ ദ ഫാമിലി. ഈ കുടുംബത്തിലേക്ക് വരുവാണെങ്കിൽ മദർഹുഡ് ആൻഡ് നർച്ചറിങ് നടക്കുന്നത് സ്ത്രീയിലൂടെയാണ്. അതുപോലെ വിമൻ ഇൻ ലീഡർഷിപ്പ് ആൻഡ് ഇൻഫ്ലുവൻസ്. ക്ഷമ നേരത്തെ പറഞ്ഞ പോലെ സുനിത വില്യംസിന് അറിയോ? എവിടെയായിരുന്നു? എത്ര മാസം സ്പേസിലായിരുന്നു ഒരു സ്ത്രീ. അപ്പോൾ എവിടെ വരെ എത്തി സ്ത്രീ? അപ്പോൾ നമ്പർ 5 വിമൻ ആസ് ഡിസൈപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ ശിഷ്യഗണത്തിൽ സ്ത്രീകളുമുണ്ട്, പുരുഷന്മാർ മാത്രമല്ല. കാരണം യേശു അവരെ പഠിപ്പിച്ചു, അവരോട് സംസാരിച്ചു, ഇതെല്ലാം ചെയ്തു. വിമൻ ഇൻ ദ ചർച്ച്, സഭയ്ക്കകത്ത്. അതാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനി കേൾക്കണം, പൊതുവേ ഞാൻ ഇത് എൻ്റെ ഒരു ഒബ്സർവേഷനാണ്, തെറ്റുണ്ടെങ്കിൽ തിരുത്തിക്കോ, നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇട്ടോ. ഹെൽത്ത് കെയർ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ആരാണ്? ഹോസ്പിറ്റൽസ്. നമ്മുടെ നഴ്സുമാർ എവിടെയൊക്കെ ഉണ്ടെന്നറിയോ? ചന്ദ്രനിൽ പോയാൽ ചിലപ്പോൾ അവിടെ ഉണ്ടാവും. അല്ലെങ്കിലും ഇന്ത്യൻ നഴ്സസ് ഭയങ്കരധികം കീർത്തി ആർജിച്ചിട്ടുള്ളവരാണ്. ഡോക്ടേഴ്സ്, എത്രയോ ഡോക്ടേഴ്സ്, ലാബ് ടെക്നീഷ്യൻസ്, ഫാർമസിസ്റ്റുകൾ, എന്നാൽ ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സ്. ഇപ്പം ഞങ്ങളുടെയൊക്കെ സമയത്ത് സാറന്മാരുണ്ടായിരുന്നു. ശരിയാണ്, ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഞങ്ങളുടെയൊക്കെ കാലത്ത് അറിയില്ല. അതുകൊണ്ട് ഈ ലേഡീസ് ആയിട്ടുള്ളവർ മാത്രമേ ടീച്ചറെന്ന് വിളിക്കും, മറ്റൊരു സാറന്മാരെന്ന് വിളിക്കും. അവരെ ടീച്ചറെന്ന് വിളിക്കാൻ പേടി. ടീച്ചർ എന്ന് പറഞ്ഞാൽ പെണ്ണാണെന്ന് മതി. ഒരു സ്കൂൾ എടുത്താൽ, യൂണിവേഴ്സിറ്റി എടുത്താൽ, എന്തെടുത്താലും ഏറ്റവും കൂടുതൽ ടീച്ചിങ് ഫീൽഡിലുള്ളത് ആരാ? വിമൻ. അങ്ങനെയെങ്കിൽ ഭൂമിശാസ്ത്രം പഠിപ്പിക്കുന്നത് പോലെ തന്നെ, ജിയോഗ്രഫി പഠിപ്പിക്കുന്നത് പോലെ തന്നെ ദൈവവചനം പഠിപ്പിക്കാനുള്ള ടീച്ചിങ് ഗിഫ്റ്റ് സ്ത്രീകളിലില്ലേ? അതെന്തുകൊണ്ട് സഭ ഉപയോഗിക്കുന്നില്ല? അപ്പം ഇതെല്ലാം നമുക്ക് നഷ്ടമാകുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യാം. വിമൻ ഇൻ റിഡംഷൻ ആൻഡ് ആസ് ക്രൈസ്റ്റ് ബ്രൈഡ്. വീണ്ടെടുപ്പിൻ്റെ കാര്യത്തിലായാലും ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന രീതിയിലും കർത്താവ് കൊണ്ടുവരുന്ന വുമൺഹുഡിനെയാണ്. ശരിയല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ ഡിസൈനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരുപക്ഷെ നൂറ്റാണ്ടുകളായി സഭയ്ക്ക് പറ്റിയ ഒരു വലിയ മിസ്റ്റേക്കാണ് സ്ത്രീകളോട് പറഞ്ഞു, ചുപ് രഹോ, നിങ്ങൾ മിണ്ടരുത്, ഞങ്ങൾ മിണ്ടിക്കോളാം, നിങ്ങളവിടെ ഇരുന്നാൽ മതി, അടങ്ങി. അത് ഐ ബിലീവ് ദിസ് ഡോക്ട്രിൻ ഈസ് പ്യൂർലി ഫ്രം ദ പിറ്റ് ഓഫ് ഹെൽ. എനിക്കങ്ങനെ പറയേണ്ടി വരും. റാൽഫ് മഹോണിയുടെ കെയർ ഓഫ് ഇല്ലാതെ ഞാൻ പറയുക, ദിസ് ഈസ് ഫ്രം ദ പിറ്റ് ഓഫ് ഹെൽ. പകരം എല്ലാവരും, എല്ലാ സഹോദരിമാരും യേശുവിൻ്റെ നാവായി മാറണം. സുശേഷീകരിക്കാനും എല്ലാ ശുശ്രൂഷകൾ ചെയ്യാനും ക്രിസ്തുവിൽ സ്ത്രീയൊന്നും പുരുഷനൊന്നും ഇല്ല. ഗിഫ്റ്റഡ് ആണെങ്കിൽ, വിളിയുണ്ടെങ്കിൽ. ഇത് പറഞ്ഞുകൊണ്ട് കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാകരുത്, സഭയിൽ പ്രശ്നം ഉണ്ടാകരുത്. ഞാൻ ഡിസ്ക്ലൈമർ, മുൻകൂർ ജാമ്യം വീണ്ടും എടുക്കുന്നു. ഇനി നിങ്ങളുടെ സഭയിൽ ഒരു സ്വാതന്ത്ര്യമില്ല, അങ്ങനെ തന്നെ പൊക്കോ. ഞാൻ പറഞ്ഞുകൊണ്ടൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. പക്ഷേ ദിസ് ഇസ് മൈ ഹംബിൾ റിക്വസ്റ്റ്, റിലീസ് ദ വിമൻ ഫോക്ക് ഇൻ ടു മിനിസ്ട്രി. ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എടുത്ത് അവരെ മിണ്ടാതാക്കരുത്. ഇനി ക്ഷമാ സിസ്റ്റർ എന്തെങ്കിലും പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യും. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞില്ല. അതുകൊണ്ട് സ്ത്രീകൾ ശുശ്രൂഷയിൽ എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ് നമ്മുടെ മലയാളി സമൂഹത്തിനകത്തും മൊത്തത്തിൽ സഭകൾക്കകത്തുമൊക്കെയും ഒരു വലിയ വ്യത്യാസം ഉണ്ടാക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. വരുന്ന നാളുകളിൽ ഒരുമിച്ച് ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഇതുപോലെ പെൺകുട്ടികളുമൊക്കെ അതിശക്തരായിട്ട് എഴുന്നേറ്റ് വരുന്ന ഒരു വലിയ സമൂഹത്തെ സഭയ്ക്കകത്ത് ഞങ്ങൾ കാണുകയാണ്. അത് സംഭവിക്കാൻ പോവുകയാണ്. ഇപ്പോൾ പാസ്റ്റേഴ്സുടെ ഭാര്യമാർ, പക്ഷെ അവരുടെ മക്കളുടെ കാര്യത്തിലെങ്കിലും ഇനി പെൺകുട്ടികളെ, പാസ്റ്റേഴ്സ്, ബിലീവേഴ്സ്, അവരുടെ മക്കളെ ചെറുപ്പത്തിലേ തന്നെ വചനം പറയാനും വർഷിപ്പ് ലീഡ് ചെയ്യാനും പ്രവചിക്കാനും എല്ലാത്തിനും ട്രെയിൻ ചെയ്യുക. ഒരു തലമുറ ഇനി അങ്ങനെ ആയിപ്പോയി. ഇനിയിപ്പോൾ എഴുന്നേറ്റ് പറയാനോ ഒന്നും. ഇനി അടുത്തൊരിത്, ഇപ്പോൾ ക്ഷമ സിസ്റ്റർക്ക് പ്രസംഗിക്കാൻ കഴിവുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിനുള്ള ഇതുണ്ടായിരിക്കാം. എല്ലാ പാസ്റ്റേഴ്സിൻ്റെ ഭാര്യമാർക്ക് അത് ഉണ്ടാവണമെന്നില്ല. പക്ഷെ കോളിംഗ് വേറെ ആയിരിക്കാം. അവരെ പ്രഷറൈസ് ചെയ്യണമെന്നില്ല. വിളിക്കപ്പെട്ടത് എന്തിനാണോ അത് ചെയ്യട്ടെ. അത് എല്ലാവരും എല്ലാം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്,
പെൺകുട്ടികളെങ്കിലും അടുത്ത തലമുറയെങ്കിലും നമ്മൾ ഇപ്പോഴേ വചനം പറയാനും വിറ്റ്നസ് ചെയ്യാനും എല്ലാം പ്രേരിപ്പിച്ചാൽ ആ തലമുറയിലേക്കെങ്കിലും നമുക്കിത് കൈമാറാൻ പറ്റും. ഒരു കാര്യം കൂടെ അവസാനമായിട്ട് ഞാനൊന്ന് പറയുകയാണ്. അന്ത്യകാല ഉണർവ് സംഭവിക്കുമ്പോൾ അതിൻ്റെ ഒരു വലിയ ഭാഗം ആ ഉണർവിന് വേണ്ടി ദൈവം ഉപയോഗിക്കാനായിട്ട് പോകുന്നത് സ്ത്രീകളെയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒത്തിരി ശക്തരായിട്ടുള്ള പ്രവാചകന്മാർ അന്ത്യകാല ഉണർവിന് വേണ്ടിയിട്ട് പ്രവചിച്ചു കൊണ്ടിരിക്കുന്നവർ പല ആളുകളും അത് പറയുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സ്ത്രീകളെ ശുശ്രൂഷയിലാക്കുന്ന ഒത്തിരി മൂവ്മെന്റ്സ് ഇന്ന് ലോകത്തിലെമ്പാടും പലയിടങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ത്രീ ശാക്തീകരണം അതുകൊണ്ട് തന്നെയാണ് സാമൂഹിക തലത്തിൽ, അത് രാജ്യങ്ങളിലും സമൂഹങ്ങളിലൊക്കെ സ്ത്രീ ശാക്തീകരണം ഇത്രയധികം ശക്തമായിട്ട് വരുന്നതിൻ്റെ ഒരു കാരണം ഇത് നാളുകളിൽ അതായത് ഒരു സ്ത്രീയിലൂടെയാണ് ഒരു വലിയ അപകടം, ഒരു വലിയ പാപം, ഒരു വലിയ പ്രശ്നം ഈ ലോകത്തിലേക്ക് വന്നതെങ്കിൽ അന്ത്യകാലത്തിൽ അതിന്റെ ഉണർവും സംഭവിക്കാൻ പോകുന്നത് സ്ത്രീകളിലൂടെയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഹല്ലേലൂയ. എനിക്ക് ഒരു വിരോധമില്ല കാര്യത്തിൽ, ഉപയോഗിക്കട്ടെ, അതാണ് സന്തോഷം. യെസ്, അതുകൊണ്ട് ആ ഒരു ഉണർവിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും സ്ത്രീകളെ ഉയർത്തിയെടുക്കാനും ശുശ്രൂഷയിലാകുവാനും ആക്കുവാനും ഒക്കെ ശ്രമിക്കുക. കാരണം ഒരു വലിയ ഉണർവിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സൈന്യത്തെയാണ് നിങ്ങൾ ഈ ദിവസങ്ങളിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കൊച്ചുപദേശം പറഞ്ഞ ശേഷം ക്ഷമ സിസ്റ്റർ ഒരു വാരം കൂടി ചെയ്യണം. ഇതാണ് കൊച്ചുപദേശം. വിളിയുള്ള സഹോദരിമാർ, വചനത്തിൽ പറയുന്നത് പോലെ തന്നെ വിളിയുണ്ടെങ്കിലും വളരെ താഴ്മയോടുകൂടെ, വിധേയത്വത്തോടുകൂടെ, എന്ന് വെച്ചാൽ ചർച്ചിലെ പാസ്റ്റർ അല്ലെങ്കിൽ മുകളിലുള്ള അധികാരികൾ, ഭർത്താവുണ്ടെങ്കിൽ ഭർത്താവ്, പൂർണ്ണ അങ്ങനെയാണ് ദൈവം വെച്ചിരിക്കുന്നത്. അതിൽ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ബ്യൂട്ടി. അതല്ലാതെ ശുശ്രൂഷ കിട്ടി എന്നതുകൊണ്ട് അഹങ്കരിക്കുകയോ അല്ലെങ്കിൽ മുകളിലുള്ള മേലധികാരികളെ ധിക്കരിക്കുകയോ ഒന്നും ചെയ്യരുത്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ, മറിയെ താഴ്ത്തി സമർപ്പിച്ചതുപോലെ ഐ ആം യുവർ വെസൽ ലോർഡ്. ആ മനോഭാവത്തോട് നിൽക്കാമെങ്കിൽ ഒത്തിരി കർത്താവ് ഉപയോഗിക്കും. ക്ഷമ സിസ്റ്ററോടുള്ള എൻ്റെ റിക്വസ്റ്റ് ഇതാണ്. അനേക വർഷങ്ങൾ കർത്താവിന് വേണ്ടി നിന്നു, ചലഞ്ചുകളെ നിന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. അവർക്കും ആ ഒരു ചങ്കൂറ്റം ഉണ്ടാകാനും കർത്താവിന് വേണ്ടി നിൽക്കാനും അവസരങ്ങൾ ഒരുക്കപ്പെടാനും പല കുടുംബങ്ങളിലും സഭകളിലും ഇല്ല. എന്നാൽ ദൈവത്തിന് അത്ഭുതകരമായിട്ട് അവസരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ദൈവ ശുശ്രൂഷയിലേക്ക് ആയിത്തീരാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി സഹോദരിമാർ ഞങ്ങളെ കേൾക്കുന്നുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മുന്നിൽ നിൽക്കുന്ന തടസ്സങ്ങളെയും ബുദ്ധിമുട്ടുകളെയും കർത്താവെ വേദനകളെയും ഒക്കെയാണ് അവരിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കർത്താവെ, അതിനെല്ലാം പൗലോസ് പറഞ്ഞതുപോലെ ചപ്പെന്നും ചവറെന്നും ഒക്കെ എണ്ണി ഒരു ത്യാഗ മനോഭാവത്തോടെ സ്റ്റെപ്പുകൾ എടുത്തു വെക്കുവാൻ കർത്താവെ ഞങ്ങളിപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനുള്ള കൃപയും ശക്തിയും എല്ലാം അങ്ങ് പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതോടൊപ്പം തന്നെ കർത്താവെ, അവർക്ക് ലഭിച്ചിട്ടുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ അനുസരിച്ച് അവരുടെ സ്പിരിച്വൽ കവറിങ്ങിൽ തന്നെ നിൽക്കുവാൻ ദൈവമേ കർത്താവെ, ആ ഒരു ആത്മീയ അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് കർത്താവെ വീണു പോകാതെ തളർന്നു പോകാതെ തക്ക സമയത്ത് കൊയ്യുവാൻ തക്ക വിധത്തിൽ അങ്ങ് അവരെ ശക്തീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം സഭകൾക്ക് വേണ്ടി, അതുപോലെ സഭാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ കർത്താവെ അതിനുള്ള ചില നിയമങ്ങളും ചില കാര്യങ്ങളും എല്ലാം ചെയ്യുവാൻ അങ്ങ് അവരെ ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്വർഗീയമായൊരു വലിയ വിടുതൽ ഉണ്ടാകട്ടെ. ഒരു വലിയ അന്ത്യകാല ഉണർവിന് വേണ്ടി ഈ നാളുകളിൽ അതിശക്തമായിട്ട് സ്ത്രീ സമൂഹത്തെ അങ്ങ് എഴുന്നേൽപ്പിക്കണമേ എന്ന് ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. So thank you so much for watching. Thank you for your patience. ഇതൊരിത്തിരി ദീർഘമായി പോയി എക്സ്പ്ലെയിൻ ചെയ്ത് വിശദീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. കാരണം എങ്ങനെയെങ്കിലും ഇതൊന്ന് ഡെലിവറി ചെയ്യാൻ വേണ്ടി. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യണം. ഇതുവരെ ഈ ബ്ലെസ്സിങ് ടുഡേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ ചെയ്യണം. മനഃപൂർവ്വം ഞാൻ പറയുന്നത് മനഃപൂർവ്വം ഇതിൻ്റെ ലിങ്കുകൾ ഇത് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്ന എല്ലാവർക്കും, ഒരുപക്ഷെ പാസ്റ്റേഴ്സാകാം, പാസ്റ്റേഴ്സിൻ്റെ ഭാര്യമാരാകാം, വിശ്വാസികളായ എല്ലാ സഹോദരന്മാർക്കും എല്ലാം അയച്ചു കൊടുക്കുക. ഒരു ചേഞ്ച് ഉണ്ടാകട്ടെ. ദിസ് ഈസ് ഓപ്പൺ ടോക്ക്. സത്യം പറയട്ടെ ഫ്രം ബ്ലെസ്സിങ് ടുഡേ. അടുത്ത ആഴ്ചയിൽ നമുക്ക് വീണ്ടും വളരെ പ്രധാനപ്പെട്ട ഇതുപോലൊരു ടോപ്പിക്കുമായിട്ട്
നമുക്ക് വരാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഇതുപോലെ കേൾക്കണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ടോപ്പിക് കേൾക്കണമെന്നുണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഗോഡ് ബ്ലെസ് യു. ബൈ.